കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശാന്തമായി കണ്ണുകളടച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ദൈവത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. വളരെ സജീവനായി രക്ഷിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, കൂടെ നടന്നുകൊണ്ട്, ധൈര്യപ്പെടുത്തിക്കൊണ്ട്, വിശ്വാസം പകർന്നു തന്നുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ, ആ സാന്നിധ്യമാണ് ദൈവാനുഭവം. ആ ദൈവാനുഭവമാണ് പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കേണ്ടത്. പൂർണ്ണമായിട്ടും പിതാവായ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആരാധനയാണ്, നന്ദിയാണ്, സ്തുതിയാണ്, മഹത്വമാണ്. ഈ നിമിഷം പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പിതാവാം ദൈവത്തിന് ആരാധന, ചേർന്ന് പാടാം. പുത്രനാം ദൈവത്തിന് ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന. എല്ലാവരും ചേർന്ന് റൂഹായ ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, റൂഹായ ദൈവത്തിന് ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്രിയേക ദൈവത്തിന് ആരാധന. അതിരം തുറന്ന് പാടി പിതാവാം ദൈവത്തിന് ആരാധന. അഭിഷേകം വ്യാപരിക്കട്ടെ. പുത്രനാം ദൈവത്തിന് ആരാധന, ദൈവസ്നേഹം നിറയട്ടെ. റൂഹയ ദൈവത്തിന് ആരാധന, ആത്മാവിൻ്റെ ശക്തി ഉണരട്ടെ. ഏക ദൈവത്തിന് ആരാധന. വിശ്വാസം വ്യാപരിക്കട്ടെ. പിതാവാ ദൈവത്തിന് ആരാധന, പുതിയ പുതിയ കൃപകൾ. പുത്രനാം ദൈവത്തിന് ആരാധന, പുതിയ അഭിഷേകം. റൂഹയ ദൈവത്തിന് ആരാധന. ശക്തിയോടെ ത്രിയേക ദൈവത്തിന് ആരാധന. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അമ്മയുടെ തിരുനെട്ട് നോയമ്പിന് തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അമ്മ നമ്മുടെ ഒപ്പമുണ്ട്. അമ്മയുടെ കരത്തിൽ ഈശോയുണ്ട്. അമ്മ എപ്പോഴും നമ്മുടെ അടുക്കൽ വരുന്നത് ഈശോയുമായിട്ടാണ്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ത്രിത്വത്തിൻ്റെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, തിരുക്കുടുംബത്തിൻ്റെയും ത്രിത്വ കുടുംബത്തിൻ്റെയും മുഖത്തോക്കി നോക്കിക്കൊണ്ട് നമുക്ക് ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ, പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു. ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ അമ്മ ത്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. വിശുദ്ധ കൊച്ചു ത്രേസ്യായേ, വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ യൗപ്രാസ്യാമേ, വിശുദ്ധ മദർ തെരേസായേ, വിശുദ്ധ മറിയം ത്രേസ്യായേ, വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധന്മാരെ, വിശുദ്ധകളെയും
സകല വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല രക്തസാക്ഷികളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല അപ്പസ്തോല ഗണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല വാഴ്ത്തപ്പെട്ടവരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല രക്തസാക്ഷികളെയും സകല സ്വർഗീയ ഗണങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈശോയുടെ നേരെ കരം നീട്ടി നല്ലൊരു സ്തുതി കൊടുക്കാവൂ ഈശോയ്ക്ക്. അത്ര ശരിയായില്ല. ഇതിന് പറയുന്ന പേരാണ് പിശുക്ക്, അല്ലേ? നല്ലപോലെ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഹൃദയത്തിൽ സ്നേഹിച്ച് ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുത്തേ. ഏറെക്കുറെ ശരിയായി, എന്നാലും ശരിയായില്ല. ഒന്നുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചേ. ഇനി പരസ്പരം സ്തുതി കൊടുക്കാമോ? പരസ്പരം സ്തുതി കൊടുക്കുക. ഇരിക്കെ ഞാൻ സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണോ? ഒരാൾ പറഞ്ഞ് സുഖമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര സുഖം ഇല്ല. സുഖമുണ്ടോ? ഉണ്ടോ? സന്തോഷമാണോ? സന്തോഷമാണോ? നീ സമാധാനമുണ്ടോ? ഉണ്ടോ? സമാധാനമുണ്ടോ? നീ അടുത്തതാണ് സംതൃപ്തിയുണ്ടോ? അത് പറഞ്ഞപ്പോൾ ഒട്ടുമില്ല, അല്ലേ? അപ്പോൾ 4 സായ ചോദിച്ചു. ഏതൊക്കെയാ? സുഖം, സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇതെല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൺവെൻഷൻ നിർത്താൻ പോവുക. ഇത് കുറവ് വന്നപ്പോഴാണ് നമ്മൾ എന്തിനു വന്നത്? ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ഉണ്ടെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് ഈ സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഏത് സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടും? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അറിയാവോ? സന്തോഷവും സമാധാനവും സുഖവും സംതൃപ്തിയും കിട്ടുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏതാ? അതെവിടെയുള്ള ഏത് കാര്യം? ഇപ്പം ആൾക്കാരെല്ലാവരും മാതാപിതാക്കൾ മക്കളെ യൂറോപ്പിന് പറഞ്ഞിരുന്നുണ്ട്, അല്ലേ? കാനഡ, പിന്നെ എവിടെയാണ്? അമേരിക്ക, പിന്നെ ജർമ്മനി, പല സ്ഥലത്തേക്ക് പോകുന്നില്ലേ? UK. ഇത് മക്കളെ എവിടെ പറഞ്ഞുവിടാം, അല്ലെ നമ്മളെവിടെ പോയാൽ ഇത് കിട്ടും? എവിടെ പോയാൽ കിട്ടും? പാകം ഉത്തരം മുട്ടി, ശ്വാസം പോലും വരുന്നില്ല. ഇതെവിടെ നിന്ന് കിട്ടും? ഇതിൻ്റെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരൊറ്റ സ്ഥലമുള്ളൂ. അതെവിടാ? ഈശോയിൽ നിന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഈ ലോകത്ത് ജനിച്ച് രഹസ്യ ജീവിതത്തിലൂടെയും പരസ്യ ജീവിതത്തിലൂടെയും അതോടൊപ്പം തന്നെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഇനി നമ്മളടുത്തത് ഈശോയുടെ 2ാം വരവ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ നിന്ന്, അത് മിശിഹ ചരിത്രത്തിൽ നിന്ന് മാത്രമേ ഇത് നമുക്ക് ലഭിക്കുകയുള്ളൂ. വിശ്വാസമുണ്ടോ? അപ്പോൾ ഈ പറയുന്ന സാധനം എല്ലാം ലഭിക്കും. അല്ലാതെ ഈ ലോകത്തിൻ്റേതായ സുഖമോ സന്തോഷമോ നേട്ടമോ, മക്കൾ വിദേശത്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്നൊന്നും ഈ സാധനം കിട്ടത്തില്ല. താരിൽ നിന്ന് വാങ്ങിക്കണം, ഈശോയിൽ നോക്കി. അപ്പോൾ ഈ സന്തോഷവും സമാധാനവും സുഖവും സംതൃപ്തിയും നൽകുന്ന അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ ചിലർ ചിന്തിക്കും, എൻ്റെ സിസ്റ്റർ, എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ ഞാൻ ഇവിടെ വന്നത്. സിസ്റ്റർ ഇപ്പോഴേ തുടക്കത്തിലേ ഇത് കണ്ണിച്ച് കളഞ്ഞു, എന്നാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഈശോ തരും. അല്ല, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടാൻ, പഠന മേഖലയിൽ ഉയർച്ച കിട്ടാനാണ് ഞാൻ വന്നത്. പക്ഷേ അതൊന്നും സിസ്റ്റർ പറയുന്നില്ല. സിസ്റ്റർ പറയുന്നത് എന്താണ്? സന്തോഷവും സമാധാനം സുഖവും ഈശോയിൽ നിന്നേ കിട്ടുള്ളൂ. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവൻ എവിടെ നിന്ന് കിട്ടും? ഈശോ നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചല്ലേ, ഇനി അടുത്തൊരു പ്രധാന ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്? നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് അതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ എന്നെ ജീവിക്കുവാൻ ഈ ലോകത്ത് ജീവിക്കുവാൻ അനുവദിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ? ഉണ്ടോ? എന്നെ ഈ ലോകത്ത് ജീവിക്കുവാൻ ഈശോ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്? പറഞ്ഞ ഒരു കുഴപ്പമില്ല. നമ്മൾ രണ്ട് കൂട്ടരും കൂടെയാണ് വചനം പ്രഘോഷിക്കുന്നതെന്ന്, ഞാൻ തന്നെയല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ഇന്ന് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക? ഇന്നല്ല, എല്ലാ ദിവസവും ഇത്രയും വർഷം ജീവിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നല്ല ആൾക്കാരാണ്, നല്ല ഉത്തരവുണ്ട്, എനിക്ക് അറിവുള്ളവരാ, നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്, ശരിയാ. എന്തിനാ? ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ. നിങ്ങൾ പറയുന്നത് ശരിയാക്കും, എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. അതായത് പുറപ്പാടിൻ്റെ പുസ്തകം, നിങ്ങളുടെ ബൈബിളുണ്ടോ? എന്നെടുക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 16-ാം തിരുവചനം നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് 9:16. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിക്കുന്നത്. ഒന്ന് ഉച്ചത്തിലൊന്ന് വായിക്കാം അത്. അല്ല, ഇതാണോ പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം തിരുവചനമാണോ? അല്ല, ഇതാണ്, ഞാൻ വായിക്കാം. അതായത് എൻ്റെ ശക്തി എന്ന് വലതുകരം ഉയർത്തി പറഞ്ഞ്, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും, ഉച്ചത്തിൽ പറഞ്ഞ് എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും, അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം തിരുവചനം, അത് വളരെ നമുക്ക് പ്രയോജനം ചെയ്യുന്നൊരു വചനമാണിത്. എല്ലാ വചനവും പ്രയോജനം ചെയ്യുന്നതാണ്, പക്ഷേ ഈ വചനം നമ്മുടെ ജീവിതത്തിലെ ചോദ്യം ചെയ്യുന്നൊരു വചനമാണ്. ഒരിക്കൽ കൂടി ഈ വചനം നമുക്ക് വലതുകരം ഉയർത്തി തന്നെ പറയാം, കാരണം അത്രയും പ്രധാനപ്പെട്ടതാണത്. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും, അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിൾ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത്രയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇതിനകത്തൊരു പ്രധാന കാര്യം, 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ജീവിക്കാൻ അനുവദിച്ചത്. അതെന്തൊക്കെയാ? ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കാണിച്ചു തരാനും, അടുത്തത് എന്തിനാ? ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ. ഈ 2 കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സന്തോഷം കിട്ടും, സുഖം കിട്ടും, സമൃദ്ധി കിട്ടും, പിന്നെ സമാധാനം കിട്ടും. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ട്, എത്ര വർഷം ഈ ലോകത്ത് ജീവിച്ചു, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇതായിരുന്നോ? ദൈവത്തിൻ്റെ ശക്തി ദൈവം എനിക്ക് കാണിച്ചു തരുന്നു, അത് മനസ്സിലാക്കാനും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ? ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണം. ആരിലൂടെ? എന്നിലൂടെ ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ എഴുതിയിടണം, ഇതെപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നെ ഇത്രയും വർഷം ദൈവം ജീവിക്കാൻ അനുവദിച്ചത് ഈ ഒരു 2 പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്കത് വല്ലതും ചെയ്യാൻ സാധിച്ചോ? ഇനി ഈ വചനം പറയാനുണ്ടായ സന്ദർഭം ഏതാണെന്നറിയാമോ? ഈ വചനം പറയാനുള്ള സന്ദർഭം ഏതാണ്? നമുക്കറിയാം, പൂർവ്വ ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി. നമുക്കറിയാമല്ലോ അല്ലേ? പൂർവ്വ ജോസഫിനെ സ്വന്തം സഹോദരങ്ങൾ അവരെ കിണറ്റിൽ ഉരുട്ടിയിട്ടു. അവിടുന്ന് ഈജിപ്തുകാർ അവനെ ഈജിപ്തിലേക്ക് വിറ്റു. അങ്ങനെ ഈജിപ്തിൽ ചെന്നു, തടവറയിൽ കിടന്നു, സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അവസാനം അവിടുത്തെ ഭരണാധികാരിയായിട്ട് മാറി. അങ്ങനെ പൂർവ്വ ജോസഫിൻ്റെ കാലത്ത് അവസാനമൊക്കെ ആറായപ്പോഴത്തേനും അപ്പൻ യാക്കോബും കുടുംബവും എല്ലാം ഈജിപ്തിലേക്ക് വന്നു. അവരവിടെ താമസമാക്കി. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇസ്രായേൽ അവിടെ വളർന്ന വലിയ ജനതയായിട്ട് മാറി. എവിടെ? ഈജിപ്തിൽ വലിയ ജനതയായിട്ട് മാറുകയാണ്. അപ്പോൾ യാക്കോബും കുടുംബവും മക്കളും അവരുടെ ജീവിതത്തിൽ അനുകൂലമായൊരു സാഹചര്യം എവിടെ കിട്ടി? അവർക്ക്
അവരെ കിട്ടി, ഈജിപ്തിൽ കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ഉയർച്ച കണ്ടു ഭയന്ന് ഈജിപ്തുകാർ എന്ത് ചെയ്തു? ഈജിപ്തിലെ രാജാക്കന്മാർ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി, അവരെ അടിമകളാക്കി. കാരണം ഇസ്രായേൽ ജനം അതിശക്തമായിട്ട് അവിടെ ഉയർന്നു വരികയാണ്, വലിയൊരു ജനതയായിട്ട് മാറി തീർന്നു. പൂർവ്വ ജോസഫ് അവിടുത്തെ അധികാരിയായതിനു ശേഷം പിന്നെ യാക്കോബും കുടുംബവും മക്കളും കൊച്ചുമക്കളും എല്ലാം അവരൊന്ന് താമസമാക്കി. അവരുടെ ഇഷ്ടം പോലെ കൃഷി ചെയ്തു, കൃഷിയിടങ്ങൾ വികസിച്ചു. അതുകൊണ്ട് മക്കൾ ഇഷ്ടം പോലെയായി, ആടുകളുടെ എണ്ണം വർദ്ധിച്ചു, എല്ലാ സമൃദ്ധി അവർക്ക് കിട്ടി. ഇത് കണ്ടപ്പോൾ ഈജിപ്തിലെ രാജാക്കന്മാർക്കും ഭരണാധികാരിക്കും ഭയങ്കരം അസ്വസ്ഥത. ഇങ്ങനെ ഇസ്രായേൽ ഇവിടെ ഈജിപ്തിൽ വലിയൊരു ജനതയായിട്ട് ഉയർന്നു പോയാൽ ഇനി നമ്മുടെ സ്ഥിതി എങ്ങനെയാകും? അത് കണ്ട് അവരെന്ത് ചെയ്തു? അവർ അടിമകളാക്കി. അപ്പോൾ ഈ അടിമകളായ ഇസ്രായേൽ ജനത്തിൻ്റെ രോദനം, നിലവിളി ആരുടെ പക്കൽ ചെന്നു? ദൈവത്തിൻ്റെ പക്കൽ ചെന്നു. ഇസ്രായേൽ ജനം അടിമകളാക്കി അവരെ പീഡിപ്പിച്ചപ്പോൾ ഇവരുടെ വേദനയും നിലവിളിയും ദൈവത്തിൻ്റെ പക്കൽ ചെന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം മഹാമാരികൾ അയച്ച് ഈജിപ്തുകാരെ പ്രഹരിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? കൊന്നുകളയാൻ വേണ്ടി പ്രഹരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം ആരെ പറഞ്ഞു വിട്ടു? ഫറവോയുടെ അടുത്തൽ ആരെ പറഞ്ഞു വിട്ടു? മോശയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അപ്പോൾ ദൈവം മോശയോടും അഹ്റോനോടും പറഞ്ഞു, ഇത് ചെന്ന് ഈ വചനം, അതായത് പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം വചനം പറയണം. ചെന്ന് ആരോട് പറയണം? ഫറവോയോട് പറയണം, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ ശക്തിയോടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുമ്പ് തന്നെ കർത്താവ് മോശയോട് പറഞ്ഞു, അതിരാവിലെ നീ എഴുന്നേറ്റ് ഫറവോയുടെ അടുക്കൽ ചെന്ന് എന്ത് പറയണം? ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു. എന്താണത്? 9:13 പറയുന്നത്, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞ്, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പം പിതാവായ ദൈവം മോശ വഴി ഫറവോയെ അറിയിക്കുകയാണ്, എന്നെ ആരാധിക്കാൻ എൻ്റെ ഇസ്രായേൽ മക്കളെ വിട്ടുതരണം. എന്നിട്ട് വീണ്ടും പറയാണ്, 14-ാമത്തെ വചനം പറയാണ്, ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാളില്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി എന്തു ചെയ്തു? ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ എന്തു ചെയ്യും? അയക്കും. ഈ പ്രാവശ്യം ഈ മഹാമാരികളെല്ലാം നിൻ്റെയും മക്കളുടെയും ജനത്തിൻ്റെയും സേവകരുടെയും മേൽ ഞാൻ അയക്കും. എന്നിട്ട് പറഞ്ഞെന്താണ്? ഞാൻ കരുന്നിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. 15-ാമത്തെ വചനം എന്നാ നോക്കിക്കേ, ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നുവെങ്കിൽ ഇതിനോടകം ഭൂമിയിൽ നീ തുടച്ചു നീക്കപ്പെടുമായിരുന്നു. പക്ഷെ ദൈവം തുടച്ചു നീക്കിയോ? ആരെ? ഈജിപ്തുകാരുടെ ഭരണാധികാരികളെ, ഫറവോയെ തുടച്ചു നീക്കിയില്ല. ഇതിനോടകം ഞാൻ കരം നീട്ടി മഹാമാരി അയച്ച് നിന്നെ തുടച്ചു നീക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തുടച്ചു നീക്കിയില്ല. കാരണം എന്താ? തുടച്ചു നീക്കാത്തതിന് കാരണം എന്താ? അവിടെയാണ് ഈ 9:16 പറയുന്നത്. എന്താ പറഞ്ഞത്? നീ എൻ്റെ ശക്തി കാണിച്ചു തരുന്നതിനും, ദൈവത്തിൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുന്നതിനും, അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേന്ന് വിളിച്ച്, പോരാ ശക്തിയോടെ വിളിച്ച്, ഉച്ചസ്വരത്തിൽ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, കൃപയോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, വലിയൊരു അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇതിപ്പോൾ ആരോട് പറഞ്ഞ വചനമാണ്? ദൈവം ഇതാരോട് പറഞ്ഞ? മോശ വഴി ആരോട് പറഞ്ഞതാ? ഫറവോയോട് പറഞ്ഞ, ഈജിപ്തിലെ ഭരണാധികാരിയോട് പറഞ്ഞ. ഈ വചനവുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ ഭവനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ തലമുറയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഇത് ഫറവോയോട് മാത്രം പറഞ്ഞു വെച്ചേക്കുന്നതാണോ? അല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് 70 വയസ്സും 75 വയസ്സും 60 വയസ്സും 65 വയസ്സും 50, 45, 30, 12, 14 ഒക്കെ വയസ്സുണ്ടെങ്കിൽ
അത്രയും ജീവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചെങ്കിൽ പല പ്രാവശ്യം ദൈവം ഈ ലോകത്തു നിന്നും എന്നെ നീക്കിക്കളയാൻ ഈശോ കരം നീട്ടിയിട്ടില്ലേ? മഹാമാരികൾ എന്തെല്ലാം അയച്ചു, ചിക്കൻ കുനിയ അയച്ചു, ഇല്ലേ, കൊറോണ അയച്ചു. മരിച്ചുപോയോ? എത്രയോ വ്യക്തികൾ മരിച്ചുപോയി. നമ്മുടെ പ്രിയപ്പെട്ടവർ എന്നെ ഈശോ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? അതുപോലെ ഇന്നിപ്പം പല സ്ഥലങ്ങളിൽ എന്താണ് ഭൂകമ്പങ്ങൾ നടക്കുന്നു, അല്ലെ, പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്നു. ഇതിലൊന്നും പെടാതെ എൻ്റെ ദൈവം കരം നീട്ടി എന്നെ അനുഗ്രഹിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിയണം. എന്നിട്ട് ഞാൻ എന്തു ചെയ്യണം? അങ്ങനെ ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ ഞാൻ പ്രഘോഷിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഈ ഒരു വചനത്തെക്കുറിച്ച് വലിയ അറിവില്ലാതെ നമ്മൾ ജീവിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? നമ്മൾ ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും കൊണ്ട് മാത്രമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, അസ്വസ്ഥതകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടും ദൈവം എന്നെ തൊടാതെ, എൻ്റെ ജീവനെ തൊടാതെ, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാതെ, എൻ്റെ ഭാവി, എൻ്റെ ജീവിത പങ്കാളി, മക്കളൊക്കെ ഒന്ന് ജീവിക്കാൻ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കണ്ണു തുറക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയുടെ നാമം ലോകം മുഴുവൻ ഞാൻ പ്രഘോഷിക്കപ്പെടണം. വേണോ? നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, കുടുംബത്തോട്, കണ്ടുമുട്ടുന്ന വ്യക്തിയോട്, ഇടവകയിലുള്ളവരോട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫോൺ വഴി, മാധ്യമങ്ങൾ വഴി ചെയ്യാൻ പറ്റുമോ? ചെയ്യണം. അതിനാ ദൈവം നമ്മളെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇനി ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ഏതെല്ലാം വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയല്ലേ? ഈ ഇസ്രായേൽ ജനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്രായേൽ ജനം അവർ ഒരുമിച്ച് കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ യാത്ര ചെയ്യുന്നുണ്ട്, അല്ലേ? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ മോചിതരായി കാനാൻ ദേശം ലക്ഷ്യമാക്കി അവർ പോകുന്നു. ആദ്യം അവർ ചെയ്യുന്ന സീനാമല ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ വിമോചനത്തിൻ്റെ ദിവസമാണത്. അതായത് ഈജിപ്തിൽ നിന്ന് എല്ലാവരും സീനാ മലയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ആ ഈജിപ്തുകാർ മുഴുവൻ, ഈജിപ്തിൽ നിന്ന് എല്ലാ ഇസ്രായേൽ ജനവും അന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ യാത്ര തുറന്നു. അത് അവരെ സംബന്ധിച്ചോളം വിമോചനത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ സംഭവം അവരെന്താണ്, എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത്? ഒരു പെസഹ ആചരണത്തിലൂടെ എല്ലാ വർഷവും ഇസ്രായേൽ ജനം ഇത് ആഘോഷിക്കുന്നുണ്ട്. ഉണ്ട്. ഇനി സീനായിൽ വെച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉടമ്പടി ചെയ്യുന്നുണ്ട്. എന്താണ് സീനായ് മലയിൽ അവർ ചെയ്യുന്ന ഉടമ്പടി? എന്താണ്? അവർ പറയുകയാണ്, ദൈവം അവരെ പ്രത്യേക വിധത്തിൽ ഭക്ഷണവും സുരക്ഷിതത്വവും എല്ലാം കൊടുത്ത് ഇവരെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് എവിടെ കൊണ്ട് എത്തിച്ചു? സീനാമലയിൽ എത്തിച്ചു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ സീനാമലയിൽ എത്തിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവരുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉടമ്പടിയുടെ അർത്ഥം? എന്താണ്? അവർ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചാൽ എന്തു ചെയ്യും? ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഇതാണ് ഉടമ്പടി. ഒന്ന് വലതുകരം ഉയർത്തി പറയാമോ? നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചാൽ, എന്താണ് അവിടെ പറയുന്നത്? കൽപ്പന അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ ആരാണ്? എൻ്റെ ജനവുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എൻ്റെ കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനവും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആൾക്കാർ മുഴുവൻ, ജനം മുഴുവൻ എന്ത് പറഞ്ഞു? നിങ്ങൾ അനുസരിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്ത് ഉത്തരം പറഞ്ഞു? ഞങ്ങൾ കൽപ്പന അനുസരിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മുതൽ അവർ ദൈവജനമായി മാറി. നല്ലപോലെ കാര്യം പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. അന്ന് മുതൽ അവർ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം ദൈവജനമായി മാറി. ഈ കൽപ്പനയാണ് മോശയ്ക്ക് ദൈവം സീനാമലയുടെ മുകളിൽ വെച്ച് കൽപ്പലകളിൽ എഴുതി കൊടുത്തത്. ആ 10 പ്രമാണം. ആ 10 പ്രമാണമാണ് ഇന്ന് നമ്മളും എന്ത് ചെയ്യുന്നത്? അനുഷ്ഠിക്കുന്നത്. അതെയോ? ആ 10 പ്രമാണമാണ് ഇന്ന് നമ്മളും അനുഷ്ഠിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ മറന്നു പോയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ ഈ 10 പ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്ന വഴി നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്താ?
ഞാനും ദൈവവും തമ്മിലൊരു ഉടമ്പടി ബന്ധമാണ്, ഉടമ്പടി ബന്ധം. അപ്പോൾ അത് സീനായ് മലയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പന അത് പഴയ നിയമത്തിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, നമുക്കും അത് ബാധകമാണ്, നമുക്കും അത് ബാധകമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ശക്തി, നമ്മൾ 2 കാര്യത്തിനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുക. 2, എന്താണ്? ദൈവത്തിൻ്റെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കണം. അങ്ങനെ ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിന് മുമ്പ് ഈ ദൈവത്തിൻ്റെ ശക്തി ഞാൻ അറിയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാലേ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ആരാ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ രക്ഷാകര ചരിത്രം ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താ? എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിയുമല്ലേ? അതെ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാണ്. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുന്നു, മനുഷ്യരെ സൃഷ്ടിക്കുന്നു, എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയുന്നു. പിന്നെ പുറപ്പാട് സംഭവം, അതിനുശേഷം രാജാക്കന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ രക്ഷാകര ചരിത്രം വരുന്നു. പിന്നെ ഈശോയെ ഉൽപ്പത്തി ആദ്യ ഭാഗം തന്നെ വരാനിരിക്കുന്ന എമ്മാനുവേലിനെ അവിടെ വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ പുതിയ നിയമം, ചുരുക്കി പറയാണ്, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ ജനനം കാണാൻ സാധിക്കും. പരിശുദ്ധമേ അതിന് മുമ്പേ തന്നെ പിതാവായ ദൈവം ഒരു ദൈവദൂതൻ വഴി അറിയിക്കുന്നു, അല്ലേ? മംഗലവാർത്ത നടക്കുന്നു, എന്തെല്ലാം ചരിത്രം കിടക്കുന്നത്. പിന്നെ ഈശോയുടെ ജനനം, രഹസ്യജീവിതം, പരസ്യജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, 2ാം വരവ്, സ്വർഗാരോഹണം, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ഈശോ നമുക്ക് നൽകുന്നത്, ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് മനസ്സിലാക്കി തരുന്നത്. അത് അപ്പസ്തോലന്മാർക്ക് ദൈവം അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. അവർ വചനം പ്രഘോഷിക്കുന്നു. അങ്ങനെ വെളിപാട് വരെ നോക്കിക്കേ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഇത് നമ്മൾ നിലത്ത് വെക്കാതെ വലിയ നിധി പോലെ ഇത് വായിച്ചുകൊണ്ടിരിക്കണം. ഇത് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം ഇന്ന് തന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ നാമം ഞാൻ ലോകം മുഴുവൻ പ്രഘോഷിക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഇത്രയും പ്രായമായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. ദൈവം നമ്മളെ ഇത്രയും കയ്യിൽ പിടിച്ച് നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടെ നടന്ന് വിശുദ്ധ കുർബാന നൽകി, വചനം നൽകി, ഉദാശകൾ നൽകി, പാപത്തിൽ നിന്ന് മാറിയിരിക്കാനുള്ള എല്ലാ മേഖലകളും നൽകി എന്നെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർത്തോണം, എന്നെ ജീവിക്കാൻ ദൈവം അനുവദിച്ചത് ദൈവത്തിൻ്റെ ശക്തി കണ്ടെത്താനാണ്. ആ നാമം, ദൈവത്തിൻ്റെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടാനാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വെറുതെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാൽ പോരാ. ഞാൻ കണ്ടുമുട്ടുന്നവരോട്, എൻ്റെ കൂടെയുള്ളവരോട്, എൻ്റെ ഇടവകയിലുള്ളവരോട്, എന്നോടൊപ്പം ജീവിക്കുന്നവരോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, മക്കളോട്, ദേശത്തുള്ളവരോട്, അതുകൊണ്ട് പലതരത്തിൽ ഞാൻ ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് വലിയൊരു ദൗത്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചിലർ ചിന്തിക്കും, ഞാൻ എങ്ങനെയാലും ഒന്ന് ജീവിച്ചൊന്ന് മൺമറിഞ്ഞും ഒന്ന് മരിച്ചാൽ മതിയെന്ന്. നോ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ദൗത്യമുണ്ട്. അതായത് മരണക്കടക്കിൽ കിടക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞും എനിക്ക് ദൗത്യമുണ്ട് നിർവഹിക്കാൻ. ഉണ്ട്. നമ്മൾ ഈ ലോകം കൊണ്ട് മരിച്ചു തീരുന്നില്ല. നമ്മൾ ഇവിടെ വെച്ച് തന്നെ സ്വർഗം അനുഭവിച്ച് സ്വർഗത്തിൽ ചെന്ന് വീണ്ടും നമ്മൾ നന്മ പ്രവൃത്തി ചെയ്യുകയാണ്. അതിനോട് പങ്കുചേരുമ്പോഴാണ് നമുക്ക് ദൈവം അനുഗ്രഹം നൽകുന്നത്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്വത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കുന്നത്. അതാണ് വചനം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യണം. അതാണ് ഈശോ എന്നെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ. അപ്പം ഞാൻ ആരാണെന്നറിയണം. ഞാൻ ആരാണെന്നറിയുന്നത് എങ്ങനെയാണ്? അതായത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-16 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-16 തിരുവചനങ്ങൾ പറയണം, ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മകളാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു സ്വർഗത്തിലെ പിതാവിൻ്റെ മകനും മകളുമാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു അപ്പനുണ്ട്. എൻ്റെ അപ്പൻ സ്വർഗീയ പിതാവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ സ്വർഗത്തിൻ്റെ അപ്പൻ്റെ മകളാണ് ഞാൻ പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ആ ശക്തി എനിക്ക് ഐശ്വര്യമാണ്. ആ ശക്തി ഞാൻ സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഞാൻ സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ നാമം ഞാൻ ലോകം മുഴുവനും
പ്രഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടും 1 കൊറിന്ത്യൻസ് 12-ാം അധ്യായം 1 കൊറിന്ത്യൻസ് 12-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനം പറയുകയാണ്, മിശിഹായുടെ ശരീരത്തിലെ അവയവമാണ് ഞാൻ, അംഗമാണ് ഞാൻ. ഈശോയുടെ ശരീരത്തിലെ അംഗമാണ് ഞാൻ. അപ്പോൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഈശോ തായ്തണ്ടാണ്. ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശിഖരമാണ് ഞാൻ, ഒരവയവമാണ് ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ ഈശോയും ഞാനുമായി അത്രമാത്രം പിടിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒരു വ്യക്തിബന്ധം ഞാനും എൻ്റെ ഈശോയും തമ്മിലുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും 1 കൊറിന്ത്യൻസ് 6-ാം അധ്യായം 19-ാം തിരുവചനം 1 കൊറിന്ത്യൻസ് 6:19 പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഞാൻ. നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ചു, അതായത് ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ത്രിയേക ദൈവത്തെ നമ്മൾ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങിയത്. ഇത് എന്ന് കിട്ടി? ത്രിയേക ദൈവത്തെ നമുക്ക് എന്ന് കിട്ടി? പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് എവിടെ വെച്ച് എപ്പോൾ ആര് തന്നു? മാമോദിസായി അല്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ റോസമ്മ അല്ലെങ്കിൽ ത്രേസ്യാമ്മ അല്ലെങ്കിൽ ജോസഫ് അല്ലെങ്കിൽ ചാക്കോച്ചൻ എന്ന് പേരിട്ട് നമ്മളെ മുദ്ര ചെയ്ത് നമ്മുടെ ഉള്ളിൽ, എന്നിട്ട് നെറ്റിത്തടത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ചു. ഹല്ലേലൂയ. അപ്പോൾ ത്രിത്വം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കാര്യങ്ങളെ, നമ്മളെല്ലാ ദിവസവും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പോയി കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം. പിതാവായ ദൈവം നമ്മളോട് പറയുന്ന ആ രക്ഷാകര സംഭവം മുഴുവൻ, ഞാൻ എങ്ങനെയാണ് ദൈവത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത്, ത്രിത്വം ഒരുമിച്ച് സൃഷ്ടിച്ചത്, ആ പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കരവലയത്തിനുള്ളിലാണ് നമ്മൾ, പിതാവിൻ്റെ ഹൃദയത്തിലാണ് നമ്മൾ. ആ സ്നേഹം മുഴുവൻ നമ്മളോട് പറഞ്ഞു തരും. അതിനുശേഷം പിതാവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കി തരുന്ന വചനങ്ങൾ നമ്മൾ ഉരുവിടണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പുത്രൻ്റെ അടുത്തിരിക്കണം, പുത്രനായ ഈ ദൈവത്തിൻ്റെ അടുത്തിരിക്കണം. പുത്രനായ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള അനുഭവം പുത്രൻ എന്നോട് പങ്കുവെക്കും. ഹല്ലേലൂയ. അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ കണ്ണിലുണ്ണിയായിട്ട് ഞാൻ ജീവിച്ച ഒരാൺകുട്ടിയായിരുന്നു. ഒരൊറ്റ ചെറുക്കനേ ഉള്ളൂ പിതാവായ ദൈവത്തിന്. ആ ദൈവത്തിൻ്റെ കയ്യിലിരുന്ന വ്യക്തിയാണ് ഞാൻ, അല്ലേ? ഈ പുത്രൻ, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പിതാവിൻ്റെ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടപ്രകാരമാണ്. അപ്പൻ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നു. അപ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യർ പാപം ചെയ്യുന്നത് എൻ്റെ അപ്പന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അപ്പൻ ചോദിച്ചു, ഈ മനുഷ്യരെ രക്ഷിക്കാൻ ആര് പോകും? അപ്പോൾ ഞാൻ റെഡിയായി, ഞാൻ പൊക്കോളാം അപ്പാ, ഞാൻ പൊക്കോളാം. അങ്ങനെയാണ് പിതാവായി ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ പുത്രൻ ലോകത്തിലേക്ക് വന്ന് ജനിക്കാനൊരു സ്ഥലമുണ്ടായിരുന്നോ? എവിടെ ജനിച്ചത്? പശു വളർന്ന തൊഴുത്തിൽ, അല്ലേ? ആ തൊഴുത്തിൽ, ആ ചാണകത്തിനകത്ത്, ആ പശുവിൻ്റെ മൂത്രവും ചാണകവും എല്ലാം കിടക്കുന്ന ആ തൊഴുത്തിലാണ് വന്ന് ജനിച്ചത്. എന്നിട്ട് ഇവിടെ വന്ന് ജനിച്ചിട്ട് എന്താ കിട്ടിയത്? സ്വന്തം നാട്ടുകാരവനെ ഈശോയെ ഉപേക്ഷിച്ചോ? സ്വീകരിച്ചോ? ഇല്ല, സ്വീകരിച്ചില്ല. ഉപേക്ഷിച്ചു, നിന്ദിച്ചു, പരിഹസിച്ചു. അവിടുന്ന് പിന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ ഈ രഹസ്യ ജീവിതം എത്ര വർഷം? 30 വർഷം. ഇന്നൊന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ നമ്മുടെ വീട്ടിൽ നിർത്താൻ പറ്റുമോ? സാധിക്കത്തില്ല. അവൻ അടങ്ങിയിരിക്കത്തില്ല. 30 വർഷം. ഒരു യുവാവിനെ, ഒരു യുവതിയെ വീട്ടിൽ നമുക്ക് ഒതുക്കി നിർത്താൻ സാധിക്കുമോ? വീട്ടിലെ ജോലി ചെയ്ത് സാധിക്കത്തില്ല. ഈശോ ഒരു ദൈവമായിട്ട് സ്വന്തം മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് 30 വർഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നസറത്തിലെ ഭവനത്തിൽ ജീവിച്ചുവെങ്കിൽ ഈശോ എന്തുമാത്രം സ്വയം ശൂന്യനായി, സ്വയം സഹിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അതിനുശേഷം ഈശോയുടെ പരസ്യജീവിതത്തിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വചനത്തിൻ്റെ പ്രസംഗം, അല്ലെ, സുവിശേഷ പ്രസംഗങ്ങൾ, അതോടൊപ്പം തന്നെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത്, ഈശോ ജീവിതത്തിൽ അനുഭവിച്ച പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഈശോയുടെ 33 വർഷത്തെ ജീവിതം, ഇത് നമ്മളോട് പങ്കുവെക്കും. അല്പസമയം നമ്മൾ ഈശോയുടെ അടുക്കലിരുന്നാൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മകനും മകളും എന്ന നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും നമ്മൾ എത്ര തിരക്ക് പിടിച്ച വ്യക്തികളാണേലും, എത്ര ഓടി നടന്ന് നമുക്ക് ഒട്ടും സമയമില്ലെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ അല്പസമയം എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുത്തിരിക്കണം. ആ സ്നേഹം ഞാൻ അനുഭവിക്കണം. എങ്കിലേ എനിക്ക് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ എന്നെ ദൈവം ജീവിക്കാൻ ഇന്ന് അനുവദിക്കുന്നത് നമ്മൾ കണ്ടു. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തി ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതിനും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം എന്നെ ജീവിക്കാൻ ഇന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ, ചിക്കൻ ഗുനിയ, കൊറോണ, അപകടങ്ങൾ, ദുർമരണങ്ങൾ ഉണ്ടായിട്ടും
എന്നെ ദൈവം ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുക്കൽ എനിക്കിരിക്കാൻ ഇന്ന് അല്പം സമയം കിട്ടുന്നില്ലേ? ആ സ്നേഹം ഞാൻ നുകരണം. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എനിക്കിന്ന് ലഭിക്കണമെങ്കിൽ എൻ്റെ പുത്രനായ ഈശോയുടെ അടുത്തിരിക്കണം. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള ഈശോയുടെ ജീവിതാനുഭവം എന്നെ പഠിപ്പിക്കും. അത് സ്നേഹത്തിൻ്റെ അനുഭവമാണ്, ത്യാഗത്തിൻ്റെ അനുഭവമാണ്, രഹസ്യ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അവിടെ സഹനമുണ്ട്, അവിടെ വിശ്വാസമുണ്ട്, അവിടെ പ്രത്യാശയുണ്ട്. എനിക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ എനിക്ക് സാധിക്കുമെന്ന് എന്നോട് വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ഈശോയെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, പീഡാനുഭവം, മരണം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടി? അതിനു വേണ്ടിയിട്ടാണ് ഈശോ എന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ. ഈശോയുടെ ജീവിതം ഞാൻ ലോകത്തിലുള്ള എല്ലാവരോടും പ്രഖ്യാപിക്കാൻ, പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ എന്നെ ജീവിക്കാൻ അനുവദിച്ചത്. അപ്പോൾ എനിക്കിന്ന് സമയമില്ല, എനിക്ക് എൻ്റേതായ ജോലി ചെയ്യണം, മക്കളെ ജോലി ചെയ്യണം, ഓക്കെ ചെയ്തു, കുഴപ്പമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവായി ദൈവത്തിൻ്റെ അടുക്കലിരിക്കണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ 3 പേരിങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തിയത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത്, നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. നമ്മൾ ഓരോരുത്തരും ഒരു അത്ഭുത സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഞാൻ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഞാനിവിടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ദൈവം എന്നിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ നാവ് തുറക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കരം ഉയർത്താൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ദേവാലയത്തിൽ പോകാൻ സാധിച്ചെങ്കിൽ, ഇവിടെ വന്നിരിക്കാൻ സാധിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ടാണ്. പ്രഭാതത്തിൽ ഒരു പുതിയ പ്രഭാതം കാണാൻ നമ്മളെ ദൈവം അനുവദിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പസമയം ഞാൻ ശ്വാസോച്ഛ്വാസം വിടാതിരുന്നാൽ എന്തു സംഭവിക്കും? ഞാൻ മരിച്ചു പോകും, അല്ലേ? അപ്പോൾ ഇന്ന് 800 കോടി ജനം ലോകത്തിലുണ്ടെങ്കിൽ ഈ 800 കോടി ജനത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നത് ആരാ നിയന്ത്രിക്കുന്നത്? ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ അടുക്കൽ 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ, പറ്റുമെങ്കിൽ എത്ര സമയം ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തി ഞാൻ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ ഇന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം പരിസരങ്ങളെ. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് ദൈവം എനിക്ക് അനുഗ്രഹം നൽകുന്നത്. അപ്പോൾ മാത്രം ഈ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞ് ഈശോയുടെ നാമം ലോകത്ത് ഞാൻ പ്രഘോഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം എനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന നമ്മൾ സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചവരാണ്, അല്ല? ഞാൻ ആരാണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മകനും മകളുമാണ്. ഈശോയുടെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മൾ സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചവരാണ്. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ച് നമ്മൾ ഇവിടെ വെച്ച് തന്നെ സ്വർഗം അനുഭവിച്ച് നമുക്ക് മരിച്ചു കഴിയുമ്പോൾ സ്വർഗീയ ജീവിതം പുനരാരംഭിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഭവനം ദൈവത്തിൻ്റെ രാജ്യമാണ്. നല്ലൊരു നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാമോ? പോര ശക്തിയോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, 48 വയസ്സുണ്ട്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞാണ്, സിസ്റ്റർ, എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, സ്ത്രീത്വത്തെ ധ്യാനിക്കണമെന്നൊക്കെ സിസ്റ്റർ പറഞ്ഞല്ലോ, എനിക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. എന്നോട് പറയുക പോലും വേണ്ട. ഞാൻ ചെന്ത് പറ്റുമായിരുന്നു, നിനക്ക് അങ്ങനെ പറയാൻ കാരണം എന്താ? ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 3 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പൻ എന്തോ വാഹന അപകടത്തിൽ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ അപ്പനെ കാണാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവം കൊണ്ടുപോയില്ലേ? അങ്ങനെ ദൈവം കൊണ്ടുപോയ ഒരു അപ്പനെ, എൻ്റെ അപ്പനെ കൊണ്ടുപോയ ഒരു ദൈവത്തെക്കുറിച്ച് ഞാനിതിനെ സ്നേഹത്തോടെ ചിന്തിക്കുന്നത്? ഇതായി മനുഷ്യൻ്റെ ചോദ്യം. അവൻ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല, ജസ്റ്റ് വേറെ എന്ത് വേണേലും പറഞ്ഞു, ഞാൻ ദൈവത്തെ സ്നേഹിക്കാം, പക്ഷേ ഇതെനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, പോനെ നീ വിഷമിക്കരുത്, അതും ദൈവത്തിനറിയാം. നീ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവം അറിഞ്ഞാണ് നിന്നെ ഇത്രയും നാൾ, ഈ 48 വയസ്സ് വരെ ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതും ജീവിക്കാൻ അനുവദിച്ചതും നിൻ്റെ സ്വന്തം അപ്പനെ കാണുന്നില്ലെങ്കിലും സ്വന്തം അപ്പൻ ദൈവത്തിൻ്റെ മടിയിൽ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലെ അപ്പൻ നിന്നെ കാത്തിരക്ഷിച്ചതുകൊണ്ടാണ്. അത് നിൻ്റെ സ്വന്തം അപ്പനും സ്വർഗത്തിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അതൊക്കെ സിസ്റ്റർ അങ്ങനെയൊക്കെ പറയാം, അങ്ങനെ എത്രയോ പേര് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വരെ എൻ്റെ സ്വന്തം അപ്പനെ ദൈവത്തിന് മടിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ അങ്ങനെ വാശി പിടിക്കരുത്. അതല്ല, ഞാൻ വാശി പിടിക്കും. നീ വാശി പിടിച്ചൊരു കുഴപ്പമില്ല, നമുക്ക് ശാന്തമായിട്ട് കണ്ണുകളടയ്ക്കാം, ശാന്തമായിട്ട് കണ്ണുകളടയ്ക്കാം. ഈ മകനോട് ഞാൻ പറഞ്ഞു,
നിങ്ങളെല്ലാവരും കണ്ണടച്ചെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. അതായത് ഈ മകനോട് ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ശാന്തമായിട്ടൊന്ന് കണ്ണടയ്ക്കാം. എന്നിട്ട് പിതാവായ ദൈവം, ഞാനിങ്ങനെ ഒരു പിതാവ് രക്ഷിച്ച ഓരോ അനുഭവങ്ങൾ, നമ്മൾ സൃഷ്ടികർമ്മം, ഇങ്ങനെ പിതാവിൻ്റെ സ്നേഹം, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വചനങ്ങളൊക്കെ ഇങ്ങനെ ഈ മകന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കണ്ണടച്ച് ഞാനും കണ്ണടച്ച് ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഈ മകനും പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ടല്ലോ ഒരു 10 മിനിറ്റൊക്കെ ആയി, നല്ല ശാന്തമായിട്ട് ഒരൊറ്റ കരച്ചിൽ, വാ വിട്ട് കരയുക. അപ്പോൾ ഞാൻ ഒപ്പം തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കൂടി വന്നു, ഇതെന്നാ സംഭവം എന്നറിയാൻ. അപ്പോൾ ഞാൻ ഒരു കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിവിടെ പിതാവായ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. അതിന് ഞാൻ പിന്നെ കരയട്ടെന്ന് ഓർത്തു. എന്നാ സംഭവം എന്ന് അറിയത്തില്ല. കരഞ്ഞു കുറേ കഴിഞ്ഞ് പോയി പറയും, സിസ്റ്ററെ ഞാൻ എൻ്റെ അപ്പനെ, അമ്മയെല്ലാം പറഞ്ഞത് രീതിയിലും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ കണ്ടും എൻ്റെ മനസ്സിൽ, അതാൽ ഞാൻ എൻ്റെ അപ്പനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മടിയിൽ ഞാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവൻ പറയുകയാണ്, ഒരു അനുഭവം ഉണ്ടായിട്ടണം എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ എന്തോ ഒരു ശക്തി അങ്ങ് ഇറങ്ങിപ്പോയി. അതങ്ങ് ഇറങ്ങിപ്പോയ ക്ഷണം ഞാൻ ഫ്രീ ആയി. നല്ലപോലെ കരമടി ചോദിക്കുന്ന നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ വലിയൊരു വചനപ്രഘോഷണമായിട്ട് നടപ്പുണ്ട് ആ വ്യക്തി, അതറിയാമോ? അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, അതുകൊണ്ട് പ്രിയപ്പെട്ട കാര്യങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ, ത്രിത്വം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഓരോ നിമിഷം ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഓരോ നിമിഷം ഈ ശക്തി നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതോടെ ഈ സഹോദരൻ 48 വർഷം സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ദുഃഖം, ഈ വേദന, ഈ വൈരാഗ്യം, അതായത് സ്വയം തീരുമാനിച്ചതല്ല, അപ്പനെ കാണാൻ പറ്റുന്നില്ലല്ലോ. പലരും സ്കൂളിൽ നേഴ്സറി ചെന്നപ്പോൾ ഇവൻ്റെ ചോദ്യമായിരുന്നു. ആനിവേഴ്സറി ഒക്കെ ഘോഷിച്ചപ്പം ഒരു പ്രാവശ്യം ഒരു ആനിവേഴ്സറിക്ക് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഒരു കുട്ടി വാവിട്ട് കരഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും, കൊച്ചുങ്ങളെല്ലാം അവരുടെ അപ്പൻ്റെയും അമ്മയുടെ മടിയിലിരിക്കുന്നു. എനിക്ക് അപ്പനും ഇല്ല അമ്മയും ഇല്ല. ഈ കുട്ടി ഭയങ്കര കരച്ചിൽ. അപ്പോൾ ടീച്ചർമാരെല്ലാം നോക്കിയിട്ട് കൊച്ചിൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അവസാനം അവർ പറഞ്ഞു, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക, കൊച്ച് ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ എന്തിനാ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ പോയി, മോളെ നീ എന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, നോക്കിക്കുക സിസ്റ്റർ, എല്ലാവരുടെയും അവരുടെ മാതാപിതാക്കളുടെ മടിയിലാണ് ഇരിക്കുന്നത്. എനിക്ക് ആരുമില്ല, അപ്പനും ഇല്ല അമ്മയും ഇല്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പനും അമ്മയും എവിടെ, ഗൾഫിലാണോ? ഇല്ല സിസ്റ്ററെ, മരിച്ചുപോയി. ഇത് നേഴ്സറി കുട്ടിയാന്ന് നോക്കണം. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖം എനിക്ക് കിട്ടുന്നില്ല. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ തന്നെ കൊച്ചിനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, മോളെ ഈശോയുടെ മടിയിലുണ്ട്, ഈശോയുണ്ട് സ്വർഗത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ മടിയിൽ നിൻ്റെ അപ്പനും അമ്മയും ഇരിപ്പുണ്ട്. അതെ സിസ്റ്റർ അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് കിട്ടണ്ടേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിയെ ഈശോ സ്പർശിച്ചു. അതിനുശേഷം അതിനെ വളർത്തുന്ന അവരെ അമ്മ, അതായത് ഇവരുടെ അമ്മയുടെ ചേച്ചിയെ മറ്റേ വളർത്തുന്നത്. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാൻ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ആ കുട്ടി ഇപ്പോൾ നല്ല ഫ്രീ ആയി. അതിനുശേഷം ആ കൊച്ചിന് ഇങ്ങനെ വലിവ് രോഗം ഉണ്ടായിരുന്നു. ആ വലിവ് രോഗം എല്ലാം മാറി, ഒരു സൈസ് ശരീരം വഴി ഇങ്ങനെ ചെരങ്ങ് അതെല്ലാം വിട്ടുപോയി, നല്ല മിടുക്കിയായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ കൊച്ചിൻ്റെ ആകുലത അസ്വസ്ഥമായി, മുഖത്തൊരു സന്തോഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, അവരൊക്കെ മരിച്ചുപോയി എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ദുഃഖിക്കുമ്പോഴും എൻ്റെ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല, എൻ്റെ പുത്രനായ ഈശോ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കില്ല, പരിശുദ്ധാത്മാവായ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മകനും മകളുമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മൾ, ഈശോയുടെ ശരീരത്തിലെ അവയവമാണ് നമ്മൾ, ഈശോയുടെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. സ്വർഗത്തിൽ നമുക്ക് സ്വർഗത്തെ, ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടും. അപ്പോൾ ഈശോയുടെ നാമത്തിൻ്റെ ശക്തി, ഈ ദൈവനാമത്തിൻ്റെ ശക്തിയാണ് നമ്മൾ അനേകരോട് പറയേണ്ടത്. ഇത് കുടുംബത്തിലും പറയണം. ഇന്ന് തന്നെ നമ്മളതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയും എൻ്റെയും ജീവിതത്തിൽ ചിന്തിച്ച് നോക്കിയാൽ എത്രമാത്രം എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തിയുടെ അനുഭവം, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ അനുഭവം കിട്ടിയ വ്യക്തികളല്ലേ ഇവിടെ ഇരിക്കുന്നവർ. എണ്ണിയാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഷെയറിങ്ങിനൊരു അവസരം തന്നാൽ വാ തോരാതെ പറയുമോ? പറയും. കാരണം അത്രമാത്രം ദൈവം നമ്മളെ കൈകളിൽ വഹിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ, സിസ്റ്റർ 86 വയസ്സ് പ്രായമുള്ളൊരു ചേട്ടൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞ, സിസ്റ്ററെ ഞാൻ ഈ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞത് എന്നാണെന്നറിഞ്ഞോ? ആ അച്ചായൻ എന്നോട് പറയാം, സിസ്റ്റർ അങ്ങനെയൊക്കെ പറയാം. അതായത് ദൈവത്തിൻ്റെ സ്നേഹം സിസ്റ്റർ പറയുന്നതിനേക്കാൾ വലുതാണ്. ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ച ഞാൻ ഒരാശുപത്രിയിൽ പോയി കിടന്നു. എനിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ ICU പോയി ഓക്സിജൻ സിലിണ്ടർ വെച്ച് ഓക്സിജൻ ഞാൻ സ്വീകരിച്ചു. അതിനുശേഷം ഒരു ബില്ല്, ഒരു നല്ലൊരു തുക
കാരണം വെന്റിലേറ്ററിൽ കിടന്ന് ഫുൾ ഓക്സിജനിലാണ് കിടക്കുന്നത്, രാത്രിയും പകലും. നല്ലൊരു ബില്ലായി. അപ്പോൾ ഈ ചേട്ടൻ മനസ്സിലായത്, ഇത്രയും നാളെൻ്റെ പിതാവായി ദൈവത്തിൻ്റെ സ്നേഹത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ ബില്ല് 1 ആഴ്ച 2 ആഴ്ച ആശുപത്രി കിടന്നിച്ച് ആ ഓക്സിജൻ്റെ ബില്ല് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, 10 പൈസ കൊടുക്കാതെ ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ, അല്ല എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ, ഈ 85 വയസ്സ് വരെ ഞാൻ ഈ ദൈവം ഈ പ്രപഞ്ചത്തിലൂടെ തന്ന ഓക്സിജൻ വായു സ്വീകരിച്ച വ്യക്തിയല്ലേ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യം സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? ആ ചേട്ടനോട് ചോദിച്ചതാ. ഉണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം ആശുപത്രി പോയി കിടക്ക്, ഓക്സിജൻ സ്വീകരിച്ച് അതിന് ബില്ല് കൊടുക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ഓക്സിജൻ അനങ്ങാതെ കിടക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇനി ബില്ല് എന്തും ആയിക്കൊള്ളട്ടെ, ആ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈ സഹോദരൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മുഴുവൻ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നവരാണ്. അതെയോ? ആർ യു റെഡി? അതെയോ? ഇതിന് നന്ദി പറയണം. അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് കൃപ. ഇത് നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമമാണ് ഏറ്റു പറയുന്നത്. അവിടെ നമ്മൾ ഏത് കാര്യം ചോദിച്ചാലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്ക് എപ്പോഴും പരാതി ഇങ്ങോട്ട് പോരട്ടെ കിട്ടിയത് പോരാ എന്നാണ്. ദൈവം തരുന്നതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. കരമുയർത്തി ഉറക്കെ വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ. വിളിക്കട്ടെ. പോരാ ശക്തിയോടെ അഭിഷേകത്തോടെ വിളിച്ചേ, ഉച്ചസ്വരത്തിൽ വിളിച്ചേ. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തിരിച്ചറിയാൻ, അങ്ങനെ അത്ഭുതങ്ങൾ അടയാളങ്ങളെ സ്വീകരിക്കുവാൻ, പാപബോധം സ്വീകരിക്കാൻ, പശ്ചാത്താപം സ്വീകരിക്കുവാൻ, ഈശോയെ ഹൃദയത്തിൽ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചരിത്രം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, അതായത് തിന്മയുടെ അന്ധകാര ശക്തികളെ, നിങ്ങൾക്ക് എന്നിലോ എൻ്റെ കുടുംബത്തിലോ വസ്തുവകകളിലോ യാതൊരു അധികാരവുമില്ല. എൻ്റെ കുടുംബത്തിൽ അധികാരമില്ല, എന്നിൽ അധികാരമില്ല, വസ്തുവകകളിലും അധികാരമില്ല. പക്ഷേ എന്താ അവിടെ പറയുന്നത്? എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ഇതാണ് വലുത്. എൻ്റെ ഉള്ളിൽ ആരാ? ത്രിത്വം. ഈ ഉള്ളിലേക്ക് നോക്കുന്നവനാണ് ആത്മീയ ജീവിതത്തിൽ ഉയരുന്നത്. ഈ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വത്തെ ധ്യാനിക്കാനാണ് നമ്മൾ കൺവെൻഷന് വരുന്നത്, ധ്യാനിക്കാൻ വരുന്നത്, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഈ ശക്തി നമ്മൾ സ്വീകരിക്കണം. അവിടെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയും. ഹല്ലേലൂയ. ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയ സഹോദരങ്ങളെ, അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് അനുഗ്രഹം നൽകും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി 1:27 പറയണം, ഞാൻ ആരാണ്? എന്താണ്? ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ ദൈവത്തിൻ്റെ ഛായയിൽ ദൈവം എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും. ഇത് നമ്മൾ തിരിച്ചറിയും തോറും ദൈവത്തിൻ്റെ നാമം ശക്തി നമ്മൾ സ്വീകരിക്കും. ദൈവത്തിൻ്റെ നാമം നമ്മൾ പ്രഘോഷിക്കും. ഇത് പരസ്പരം കുടുംബത്തിൽ പറയണം. വേറെ ഒന്നുമല്ല നമ്മൾ വീട്ടിൽ പറയേണ്ടത്. ഈ മൊബൈൽ ഫോണിൽ ഒന്നും വീട്ടിൽ പറയണ്ട. ഇത് പറയും, ബൈബിളിൽ നോക്കി വചനത്തിലെ കാര്യം വീട്ടിൽ പറ, ഭവനത്തിൽ പറ, മറ്റുള്ളവരോട് പറ. അവിടെ ശക്തി നിറയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് തിരിച്ചറിയണം. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? എന്തിനാ? അവിടെ പറയുന്നുണ്ട്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായം എൻ്റെ 10-ാം തിരുവചനം പറയുക, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. വലതുകര ഉയർത്തി പറഞ്ഞേ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈശോയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി? സൽപ്രവൃത്തി ചെയ്യാൻ. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്താൽ, അത് പുറത്ത് കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്താൽ, പുറത്ത് പറമ്പിൽ പണിതാൽ, അല്ലെങ്കിൽ ചുറ്റുപാടും വൃത്തിയാക്കിയാൽ, യാത്ര ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ഏത് ജോലി ചെയ്താലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈശോയുടെ കരവേലയാണ്. ഈശോയുടെ സൽപ്രവൃത്തി ചെയ്യണം. ഈശോയെ പ്രതി മറ്റുള്ളവർക്ക് നമ്മൾ സൽപ്രവൃത്തി ചെയ്യാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെ സൽപ്രവൃത്തി ചെയ്യാൻ ഒരു വ്യക്തിക്ക് ശക്തിയും പ്രചോദനവും ഉൾപ്രേരണയും നൽകുന്നത് ആരാ? ഈശോ, ദൈവം, ത്രിയേക ദൈവം.
അപ്പോൾ തന്നെ ആ ശക്തി നമ്മളിലേക്ക് ത്രിയേക ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് ആവസിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുവോ? ഇല്ല. വെറുതെ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ശക്തി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഈശോയുടെ നാമത്തിലാണ് ഒരാൾക്ക് എന്ത് ചെയ്യുന്നത്? സൽപ്രവൃത്തി ചെയ്യുന്നത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒരാൾക്ക് കൊടുത്താൽ അത് ആരുടെ നാമത്തിലാണെന്നാണ് ഈശോ പറഞ്ഞത്? ഈശോയുടെ നാമത്തിൽ. ഹല്ലേലൂയ. അതിൻ്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാം. ഞാൻ ആരാണെന്നും ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം എൻ്റെ ജീവിതത്തിലുണ്ടെന്നും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഈശോയുടെ നാമത്തിന് എന്ത് ചെയ്യുന്നത്? ഈശോയുടെ നാമത്തിൻ്റെ പ്രഘോഷകരായിട്ട് മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഉത്തരവാദിത്വം നമ്മളോടുള്ളത്. അല്ലെ പണ്ട് പറപോയിട്ട് ദൈവം പറഞ്ഞില്ലേ, എനിക്ക് നിന്നെ മഹാമാരികൾ അയച്ച് എൻ്റെ കരം നീട്ടി എനിക്ക് പണ്ടേ നിന്നെ ഈ ഭൂമുഖത്തുനിന്ന് തൂത്തെറിയാമായിരുന്നു, പക്ഷെ ഞാൻ നിന്നെ തൊട്ടില്ല. തൊടാത്തതിന് കാരണം പുറപ്പാട് 9:16 പറഞ്ഞത് എന്താണ്? എൻ്റെ ശക്തി നീ കാണുന്നതിനും അങ്ങനെ ദൈവത്തിൻ്റെ നാമം ലോകത്തിൽ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മളെയും ജീവിക്കാൻ അനുവദിച്ചത് ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? അതെ, ദൈവത്തിൻ്റെ നാമം ലോകത്ത് പ്രഘോഷിക്കും. അത് സാഹചര്യം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കുടുംബ സാഹചര്യം, നമ്മുടെ പ്രവർത്തന മണ്ഡലം എല്ലാം നമ്മൾ കണ്ടെത്തി ഈ 2 കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ജീവിച്ച് അത്രയും ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. എനിക്കുറപ്പില്ല നാളെ ഈ സമയത്തുണ്ടോ എന്ന്. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻറ്റിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അത് ഞാൻ പ്രഘോഷിക്കണം, ഈശോയുടെ നാമം. ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം അതാ. അത് നാളത്തെ നീട്ടി വെച്ചാൽ നാളത്തെ ദിവസം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എപ്പം വേണമെങ്കിലും നമ്മുടെ ശ്വാസം നിന്ന് പോകാം. ഇപ്പോൾ നമ്മുടെ മുൻപിൽ കയ്യിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുന്നവരാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വചനം പറയുന്നുണ്ട്, യേശുക്രിസ്തു എല്ലാ തിന്മയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും പിന്നെ എന്താണ്? സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ക്രിസ്തു മരിച്ചു. തീക്ഷ്ണതയുള്ള ജനതതി. ആരെ തീക്ഷ്ണതയുള്ള ജനതതി? നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. തീക്ഷ്ണതയുള്ള ജനതതി. മടി പിടിച്ചിരിക്കാനല്ല, അലസനായിട്ടിരിക്കാനല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയുടെ നാമം, ഈശോയുടെ ശക്തി സ്വീകരിക്കുക. പിന്നെ ആ നാമം ലോകത്ത് മുഴുവൻ പ്രഘോഷിക്കുക. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കേ, നമുക്ക് അങ്ങനെ ഒരു പുൽനാമ്പിനെ സൃഷ്ടിക്കാൻ പറ്റുമോ? ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ ഏതെല്ലാം സസ്യങ്ങൾ, അതിലൊരെണ്ണം സൃഷ്ടിക്കാൻ നമുക്ക് കഴിവുണ്ടോ? ഒരെണ്ണത്തിന് ചില പുഷ്പങ്ങൾ നോക്കി, എല്ലാ പുഷ്പവും നോക്ക്, ഒരു പുഷ്പത്തിനെങ്കിലും കളർ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഇതാരുടെ സൃഷ്ടിയാണ്? ദൈവത്തിന്. അതിലൂടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ആ ശക്തി നമ്മൾ സ്വീകരിക്കണം. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി നമ്മൾ പറയണം, ദൈവമേ നിൻ്റെ മഹാശക്തി ഓരോ പുല്ലിലും പുൽനാവിലും പൂവിലും പുഷ്പത്തിലും മുള്ളിലും ഇലയിലും അത് മരത്തിലും ഞാൻ ശരീരത്തിലും ഞാൻ കാണുന്നു. എന്നിട്ട് ദൈവത്തിന് നന്ദി പറ. അങ്ങനെ നന്ദി പറയുമ്പോൾ ആ നന്ദി സ്തുതിപ്പും എന്ത് മഹത്വവും എന്തായിട്ട് മാറും? ദൈവനാമത്തിൻ്റെ സ്തുതിപ്പായിട്ട് ലോകത്ത് പ്രപഞ്ചത്തിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു വിശുദ്ധൻ പറഞ്ഞതാണ്, അതായത് ഞാൻ പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ ഈ പുഷ്പങ്ങളും ചെടികളും മരങ്ങളും എല്ലാം എന്നോട് പരാതി പറഞ്ഞു. എന്താ പരാതി പറഞ്ഞത്? അല്ലയോ വിശുദ്ധ, അവർ എല്ലാവരോടും പറയണം, ഇന്ന് നിങ്ങളോട് എനിക്ക് പിണക്കമുണ്ട് പ്രകൃതിക്ക്. ഒരു വിശുദ്ധൻ എഴുതി വെച്ചിരിക്കുന്ന, വിശുദ്ധൻ്റെ പേര് ഞാൻ മറന്നുപോയി. വിശുദ്ധൻ പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ പ്രപഞ്ചത്തിലുള്ള സസ്യങ്ങളും പ്രപഞ്ച വസ്തുക്കൾ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പിണക്കമുണ്ട്. എന്താണെന്ന് ചോദിച്ചു പറഞ്ഞതാ, നിങ്ങളെന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്തുതിക്കുമ്പോഴാണ് ഞങ്ങൾ ശിരസ് നമിക്കുന്നത്, ഞങ്ങൾ ഇലകൾ ആടുന്നത്, ശിഖരങ്ങൾ ആടുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അത്രമാത്രം വിചാരം, ചിന്ത, ബോധ്യം ആർക്കുണ്ട്? പ്രകൃതിക്കുണ്ട്. നമുക്കുണ്ടോ? അതുകൊണ്ടല്ലേ ഫ്രാൻസിസ് സേവ്യർ വചനം പ്രസംഗിച്ച വെള്ളത്തിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യം പൊങ്ങി ഉദിച്ചു ചാടി മുകളിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മുഴുവനും ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞവരാണ്. കുറേ കുറ്റങ്ങളും കുറവുകളും അല്ല നമുക്കുള്ളത്, നന്മയുണ്ട്. അത് മുഴുവൻ ദൈവത്തിൻ്റെ നന്മയാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കണം വചനത്തിലൂടെ. ആർ യു റെഡി? തയ്യാറാണോ? ആരും അനങ്ങുന്നില്ലല്ലോ. മരിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ നാമം പറയുമോ? ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുമോ? മരിക്കാൻ വരെ നോക്കി നിൽക്കണോ? ഇന്ന് തുടങ്ങണം, ഇപ്പം തുടങ്ങണം. ഹല്ലേലൂയ. ഉറക്കെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഓർത്ത്, ദൈവത്തെ ഓർത്ത് ഉച്ചത്തിൽ വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ശക്തിയോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, കൃപയോടെ വിളിക്കാമോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മളെ സൃഷ്ടിച്ചത് നന്മ പ്രവൃത്തി ചെയ്യാൻ. നമ്മൾ ആരാണെന്ന് കണ്ടു. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ്. ഇനി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ ഞാനും പരിപൂർണത പ്രാപിക്കുക, വിശുദ്ധി പ്രാപിക്കുക, വിശ്വാസത്തിൽ നിറയുക, ദൈവസ്നേഹത്തിൽ നിറയുക, സ്ത്രീത്വത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പറയുക, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, പ്രപഞ്ചത്തെ നോക്കി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധനായവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കണമെങ്കിൽ ദൈവമക്കൾ സൃഷ്ടികൾ എന്തു ചെയ്യണം? പരിശുദ്ധനായവൻ്റെ പരിശുദ്ധി ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും പഞ്ചേന്ദ്രിയങ്ങളും മനോഭാവത്തിലും ഏറ്റുവാങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധി ഏറ്റുവാങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപ നിറയും. ഒരു പ്രാവശ്യം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് പെൺകുട്ടികൾ ഇതിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അവർ ആൺകുട്ടികളും അവരിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്തത് എന്താ സംഭവം? അത് കഴിഞ്ഞിട്ട് ഇവർ ഓടി വന്ന് ചോദിച്ചിട്ട്, ഞാനൊരു പാപിയാണ്, ഞാൻ ഇന്ന മേഖലയിൽ പാപങ്ങൾ വെട്ടി തുറന്നങ്ങ് പറയുക, ഇന്ന മേഖലയിൽ പാപമുണ്ട്, ഇന്ന വ്യക്തികളെയൊക്കെ ഞാനിങ്ങനെ മോശമായിട്ട് അവരെ ഇടപെടുന്നുണ്ട്, പെരുമാറുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല, നീ എല്ലാം പറഞ്ഞു കുമ്പസാരിക്കണം, അതല്ല സിസ്റ്റർ അവിടെ നിൽക്കുക, എനിക്ക് പരിശുദ്ധനായവൻ്റെ മുമ്പിൽ നിൽക്കാൻ ആ പരിശുദ്ധി വേണം. ആ പരിശുദ്ധി എനിക്ക് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലൂടെ സാധ്യമാക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു 2-3 കുട്ടികളുടെ ഉള്ളിൽ ഈ വചനം അങ്ങ് നിറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് കത്തി ജ്വലിച്ച് ആ സ്കൂൾ മുഴുവൻ വ്യാപരിച്ചു. ഇവരിലൂടെ അനേകർ പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ച് വിശ്വാസത്തിൻ്റെ ആ മുളയെ അവർ സ്വീകരിച്ചു. വിശുദ്ധിയുടെ അത് കഴിഞ്ഞ് അവർ ആഴ്ചയിൽ അച്ഛന്മാരെ വിളിച്ച് കുമ്പസാരിപ്പിക്കുകയും അവർ ഗ്രൂപ്പ് കൂടി ചർച്ച ചെയ്ത് പ്രാർത്ഥിക്കുകയും അനേകം ദൈവവിളികൾ. അതോടൊപ്പം തന്നെ പഠന മേഖലയിൽ പുരോഗതി. ആ ക്ലാസ് അധ്യാപകർക്ക് നല്ല സൂപ്പറായിട്ട് ക്ലാസ് കൈകാര്യം ചെയ്യാൻ തക്കവിധത്തിൽ വിശുദ്ധി നിറഞ്ഞു. മാതാപിതാക്കൾക്ക് അനുഗ്രഹമുള്ളവരായി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർത്തോണം, നമ്മളെ ദൈവം ഇന്ന് ജീവിക്കാൻ അനുവദിച്ചത് വിശുദ്ധിയുടെ മുമ്പിൽ നിന്നുണ്ട്. പരിശുദ്ധനായവൻ്റെ മുമ്പിൽ പരിശുദ്ധിയോടെ നിന്ന് പരിശുദ്ധൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈശോയുടെ അത്ഭുത നാമത്തിൻ്റെ ശക്തി എന്നിലൂടെ ലോകത്ത് പ്രഘോഷിക്കപ്പെടുക. ഞാനിന്ന് അനുദിനം വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്നിലേക്ക് സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ നാമം ഞാൻ ആ സ്ഥലത്ത്, ആ ദേശത്ത്, ലോകം മുഴുവനിലേക്കും അത് പ്രഘോഷിക്കപ്പെടുകയും ചെയ്യണം. ഞാനൊരു അധ്യായം ബൈബിൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറയുക, കർത്താവേ, അത് ഇന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കണം. ഇന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ അവിടെ പീഡനമുണ്ട്, മതമർദ്ദനമുണ്ട്, ഞെരുക്കമുണ്ട്, വേദനിക്കുന്നുണ്ട്, പാപത്തിൻ്റെ അന്ധകാരമുണ്ട്, മാനസാന്തരമില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തെ, ആ കുടുംബത്തെ, ആ ദേശത്തെ മുഴുവനും ഞാൻ ഈശോയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്, ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ദൈവവചനം വായിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നാമം, ഈ വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കുകയാണ്. അപ്പോൾ അവിടെ വചനത്തിൻ്റെ ശക്തിയോടൊപ്പം ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയും കടന്നു ചെന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? പോരെ ശക്തിയോടെ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുമ്പോൾ ഇതേ അനുഭവം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രമാണം ഞാൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഒന്നാം സ്ഥാനം ഞാൻ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ, കർത്താവിൻ്റെ ദിവസം നമ്മളെ സാബത്ത് വിശുദ്ധമായി ആചരിക്കുമ്പോൾ, നമ്മൾ 5-ാം പ്രമാണം അല്ലേ, മറ്റുള്ളവരെ കൊല്ലാതിരിക്കുമ്പോൾ, വ്യഭിചരിക്കാതിരിക്കുമ്പോൾ, കള്ളസാക്ഷ്യം പറയാതിരിക്കുമ്പോൾ, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ, ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനും മറ്റ് സഹോദരങ്ങളെ സ്നേഹിക്കാനും നമ്മൾ സമർപ്പിക്കുമ്പോൾ എന്താ കിട്ടുന്ന അനുഭവം? ഈ ദൈവിക ശക്തി എന്നിലേക്ക് ആവസിച്ചിട്ട് അത് ലോകത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രഘോഷണമായി മാറുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ദൈവം മോശയോടും ദൈവജനത്തോടും ചോദിച്ചത്, എൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? അങ്ങനെ സമ്മതമാണെങ്കിൽ നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും. അത് സമ്മതിച്ചതിന് ശേഷമാണ് പ്രമാണങ്ങൾ കൊടുക്കുന്നത് മോശ വഴി സീനാമലയിൽ ചെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാൻ സാധിക്കും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ നാമവും പ്രഘോഷിക്കപ്പെട്ട ബൈബിളിലെ യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ വായിക്കുമ്പോൾ ഈ ബൈബിളിലെ യുദ്ധങ്ങൾ, അതായത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്, അതായത് ഈ അമലേക്യരും ഇസ്രായേൽക്കാരും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന സംഭവം. അമലേക്യരും ഇസ്രായേൽക്കാരും തമ്മിൽ യുദ്ധമുണ്ടാക്കുമ്പോൾ ജോഷുവ ഇസ്രായേലിൻ്റെ താഴ്വരയിൽ നിന്ന് യുദ്ധം ചെയ്യുക.
അപ്പോൾ അവർ പരാജയപ്പെടുന്ന സമയമുണ്ട്. അപ്പോൾ മോശ പറഞ്ഞാണ് ഈ ജോഷുവായിട്ട് നേതൃത്വത്തിൽ യുദ്ധം നടക്കുന്നത്. അപ്പോൾ മോശ എന്ത് ചെയ്തു? മോശ മലയുടെ മുകളിൽ കയറി. എന്നിട്ട് ഹൂറും അഹ്റോനും മോശയുടെ ഒപ്പം ചെന്നു. മോശ മുഴുവൻ സമയം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച സമയത്തെല്ലാം താഴ്വാരങ്ങളിൽ ജോഷുവായുടെ നേതൃത്വത്തിൽ അവിടെ ഇസ്രായേൽ അവിടെ യുദ്ധം നടക്കുക, അമലേരിക്ക് യുദ്ധം നടക്കുക. ജോഷുവ ഇസ്രായേൽക്കാർ വിജയിച്ചു. അപ്പോൾ ഇടയ്ക്ക് പരാജയപ്പെടാൻ തുടങ്ങി. അപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഞാൻ കുറേ സമയം കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ കൈയുടെ അസ്ഥികൾക്ക് മാംസപേശികൾക്ക് ബലക്ഷയം വന്ന് വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൈ പയ്യെ സാവകാശം താന്നുപോയി. അപ്പോൾ എന്ത് ചെയ്തു? താഴ്വാരങ്ങളിൽ അവിടെ സൈന്യം ഇസ്രായേൽക്കാരെ തോൽപ്പിക്കുക. ഉടനെ എന്താ ചെയ്തത്? ഹൂറും അഹ്റോനും ഒരു കല്ലൊക്കെ പിടിച്ചിട്ട് മോശയെ അവിടെ ഇരുത്തി രണ്ടുപേരും കരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. ഒരു കരം അഹ്റോനും ഒരു കരം ഹൂറും മോശയുടെ. അങ്ങനെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ സമയത്ത് എന്താ പ്രിയപ്പെട്ട സഹോദരരെ സംഭവിച്ചത്? താഴ്വാരങ്ങളിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന ആ യുദ്ധം, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് അവരെ വിജയത്തിലേക്ക് നയിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പോര ശക്തിയോടെ പറഞ്ഞേ, ഉച്ചസ്വരത്തിൽ പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുദ്ധം ഇന്ന് നമ്മുടെ വീട്ടിലുണ്ട്. ഇന്ന് ഈ യുദ്ധം എന്നോട് തന്നെ ഞാൻ ചെയ്യണം, എൻ്റെ കുടുംബത്തോട് ഞാൻ ചെയ്യണം, എൻ്റെ ദേശത്തോട് ഞാൻ ചെയ്യണം, എൻ്റെ ഇടവകയോട് ഞാൻ ഈ യുദ്ധം ചെയ്യണം. എന്നോട് തന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞാൻ എന്നോട് തന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഞാൻ മുൻപോട്ട് പോകാതെ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്താലേ ഇവിടെ വിജയിക്കത്തുള്ളൂ. അങ്ങനെ യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സക്രാരി, അതായത് ദൈവത്തിൻ്റെ അൾത്താരയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ നമ്മൾ പ്രവേശിക്കണം. ഇന്ന് പുതിയ നിയമ ജനതയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിന് ഏറ്റവും വലിയ വിജയം ലഭിക്കുന്നത് എവിടെ? ദൈവത്തിൻ്റെ ദേവാലയത്തിൽ വന്ന് നമ്മൾ കരങ്ങൾ നീട്ടണം. തിരുക്കുടുംബം ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും, തിരുക്കുടുംബം പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും ഭവനത്തിൽ സന്ധ്യാസമയത്ത് മാതാപിതാക്കൾ, മക്കൾ കരങ്ങൾ വിരിച്ചു പിടിക്കണം, മുട്ടുമേൽ നിൽക്കണം. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വിജയിക്കുകയാണ്. എൻ്റെ സ്വഭാവത്തെ, എൻ്റെ പാപമേഖലകളെ, എൻ്റെ അശുദ്ധി നിറഞ്ഞ ജീവിതത്തെ, എൻ്റെ തന്നെ യുക്തി നിറഞ്ഞ ജീവിതത്തെ, എൻ്റെ ചിന്താശക്തിയെ, ഭാവനയെ, പഞ്ചേന്ദ്രിയങ്ങളെ ഞാൻ വിജയിച്ചുകൊണ്ട് ഞാൻ എന്തു ചെയ്യുക? അവിടെ യുദ്ധം ചെയ്യുക. ദൈവത്തിൻ്റെ സ്നേഹം, ബലിയർപ്പണത്തിൻ്റെ വലിയ സൗഖ്യം എൻ്റെ ജീവിതത്തിലേക്ക് നിറയാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്താലേ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എനിക്ക് നേരിടാൻ പറ്റുള്ളൂ, പാപ സാഹചര്യങ്ങളിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി തന്നെ യുദ്ധം ചെയ്യണം. അൾത്താരയിൽ വരണം, ബലിയർപ്പണത്തിൽ പങ്കുചേരണം, വചനം വായിക്കണം, കുമ്പസാരിക്കണം, ഉദാശകൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ യുദ്ധം ചെയ്ത് ആരൊക്കെ മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചോ അവരുടെ ജീവിതങ്ങളെ ദൈവം വിജയത്തിലെത്തിക്കും. ഇല്ലെങ്കിൽ പരാജയപ്പെടും. ഇനി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൈവിരിച്ച് പിടിക്കണം. മോശ ഇസ്രായേൽ ജനം അമലേക്യരുമായി വിജയിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? കൈവിരിച്ച് പിടിച്ച് മലയുടെ മുകളിൽ നിങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ച് കരമുയർത്തി മക്കൾക്ക് വേണ്ടി ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പാപത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ മൊബൈൽ ഫോൺ നല്ലതാണ്. കാരണം ആധുനിക ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സുവിശേഷകരാകാൻ, പ്രചാരകരാകാൻ, പ്രഘോഷകരാകാൻ മൊബൈൽ ഫോൺ നല്ലതാണ്. പക്ഷെ നമ്മുടെ മക്കൾ പോകുന്നത് അതിലേക്കല്ല, പാപത്തിലേക്കാണ്. അപ്പോൾ മാതാപിതാക്കൾ കരം പിടിച്ച് ഉയർത്തി ദൈവസന്നിധിയിൽ നിലവിളിച്ച് ത്യാഗം ചെയ്ത് യുദ്ധം ചെയ്താൽ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് രക്ഷയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് എൻ്റെ മകൻ അങ്ങനെ, മകൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതെല്ലാം തരുത്. ഒരു ദിവസം കുറഞ്ഞതിൽ 5-6 ഡിവോഴ്സ് മേഖല ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് കുടുംബത്തിൻ്റെ അധപ്പതനം, എല്ലാത്തിനും മക്കളുടെ ജീവിതം, അതുപോലെ തന്നെ ചെറുപ്പത്തിലെ വിവാഹിതരാകുന്നവർ അല്ലേ, അബോർഷൻ്റെ മേഖല, എന്താ സംഭവം? പാപം കയറിയിരിക്കാൻ കാരണം എന്താ? യുദ്ധം ചെയ്യുന്നില്ല. അശുദ്ധി പോകാൻ വിശുദ്ധിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, വിശുദ്ധി നേടണം. പരിശുദ്ധനായവൻ്റെ മുമ്പിൽ പരിശുദ്ധിയോടെ നിൽക്കണമെങ്കിൽ ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ, അത് യേശു നാമത്തിൻ്റെ ശക്തി. അപ്പോൾ ഞാൻ ഈശോയുടെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. അവിടെ നമുക്ക് പരാജയം വരത്തില്ല, ദൈവം കൃപ നൽകും. ജെറിക്കോ കോട്ട, അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശം ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാനാൻ ദേശം അടുക്കാറായപ്പോൾ അവരെ ഒരു വലിയ പ്രതിബിംബം, ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിൽ നിൽക്കുക. എന്താണ് പ്രതിസന്ധി? കാനാൻ ദേശത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ വലിയ ജെറിക്കോ കോട്ട ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ എന്താ അവർ ചെയ്തത്?
കർത്താവ് മോശയോട് പറഞ്ഞു, അല്ലേ, നേതാക്കന്മാരോട് പറഞ്ഞു. അവരോട് പറഞ്ഞത് എന്താണ്? മോശയുടെ കാലമൊക്കെ കഴിഞ്ഞു. അതിന് അന്ന് നേതാക്കന്മാരോട് കർത്താവ് ദൈവം എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസം അതായത് 6 ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ ആ കോട്ടയ്ക്ക് ചുറ്റും നടക്കണം. വാഗ്ദാന പേടവുമായി കോട്ടയ്ക്ക് ചുറ്റും നടക്കണം. എന്നിട്ട് ദൈവത്തെ സ്തുതിക്കണം. 7-ാം ദിവസം പുരോഹിതരുടെ നേതൃത്വത്തിൽ 7 പ്രാവശ്യം വാഗ്ദാന പേടവുമായി കോട്ടയ്ക്ക് ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിച്ച് ആ കോട്ട തകർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കോട്ടയെ അതിജീവിച്ചു. അത് തകർന്നു. 7 പ്രാവശ്യം നടന്ന് ആ ജെറിക്കോ കോട്ടയെ അവർ തകർത്ത് താഴെയിടുകയാണ്. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അന്നത്തേക്കാൾ ജെറിക്കോ കോട്ടയേക്കാൾ ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കാൻ കടന്നു വന്നപ്പോൾ അവർക്ക് നേരിട്ട പ്രതിസന്ധിയേക്കാൾ വലിയ ജെറിക്കോ കോട്ടകളാണ് ഇന്ന് ഓരോ കുടുംബത്തിലും. ഇത് തിരിച്ചറിയണം. സാത്താൻ്റെ കോട്ടകൾ, തിന്മയുടെ കോട്ടകൾ, അധപ്പതനത്തിൻ്റെ കോട്ടകൾ, അവിശ്വാസത്തിൻ്റെ കോട്ടകൾ, പാപത്തിൻ്റെ കോട്ടകൾ, അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഉയർന്നു നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗമാകുന്ന കാനാൻ ദേശത്തേക്ക് ഇവിടെ വെച്ച് തന്നെ വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവവചന വായനയിലൂടെ, കൂദാശകളിലൂടെ മുൻപോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ വൻ ജെറിക്കോ കോട്ട ഇന്ന് അനേകം കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇന്ന് പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല? വിശ്വാസം കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു, തിന്മയ്ക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ഈ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ചെയ്തത് എന്താണ്? ഈ കോട്ടയല്ല ഈശോ തകർത്തത്. കുരിശിൽ സ്വയം ബലിയായി സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ശരീരം 28,430 രക്തം എനിക്ക് വേണ്ടി ഈശോ ചിന്തി കുരിശിൽ മരിച്ച്, കാൽവരിയിൽ മരിച്ച് എൻ്റെ പാപത്തിൻ്റെ മേഖലകളെ ഈശോ അതിജീവിച്ചു. ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? ഈശോ മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെടണമെന്നില്ല. ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെടണമെന്നില്ല. കാരണം എന്താണ്? ഈശോയുടെ പീഡാനുഭവത്തോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കണം. അങ്ങനെ ചേർത്ത് വെച്ച് ഞാനും പാപത്തിൽ നിന്ന് മാറണം. ഇവിടെ ഫാൻ കിടപ്പുണ്ട്, ഫാൻ കറങ്ങണമെങ്കിൽ കറണ്ട് വേണം. ഇനി കറണ്ട് കൊണ്ട് ഫാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റ് കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? ആ സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ കറണ്ട് കിട്ടത്തുള്ളൂ, കറണ്ട് വർക്ക് ചെയ്യത്തുള്ളൂ, കാറ്റ് കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെടണമെന്നില്ല. ഞാൻ ഈശോയുടെ കുരിശ് മരണത്തോട് ചേരണം, പീഡാനുഭവത്തോട് ചേരണം, ഈശോയുടെ പരസ്യ ജീവിതത്തോട് ചേരണം, രഹസ്യ ജീവിതത്തോട് ചേരണം, ഈശോയുടെ ജനനത്തോട് ഞാൻ ചേരണം, ഈശോയുടെ ഉത്ഥാനത്തോട് ഞാൻ ചേരണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ഈശോ കൂദാശകൾ നൽകിയിരിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥം നൽകിയിരിക്കുന്നത്. അനുദിനം ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ ഇന്ന് ഒരു ദിവസം 5.5 ലക്ഷം വിശുദ്ധ കുർബാന വിവിധ അൾത്താരുകളിൽ ലോകത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കണം. ദൈവം എന്നെ രക്ഷിക്കാൻ, അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരുന്നാൽ കാര്യം നടക്കത്തില്ല. ഞാൻ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കണം, അതിനുവേണ്ടി എൻ്റെ സമയം ക്രമീകരിക്കണം, അതിനുവേണ്ടി ഞാൻ അല്പസമയം കണ്ടെത്തി ദേവാലയത്തിൽ പോകണം. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ പാപമാകുന്ന ആ ജെറിക്കോ കോട്ടയെ ഞാൻ തകർക്കാൻ ഞാൻ തീരുമാനിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധപ്പതനത്തിൻ്റെ പാതയിലേക്കാണ് നമ്മൾ കാലുവെക്കുന്നതെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. ഇന്ന് അനേകർക്ക് ആ ഒരു മേഖല കിട്ടാതെ പോകുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം അതായത് പറവോട് പറഞ്ഞില്ലേ, മോശ വഴി പറഞ്ഞു വിട്ടല്ലോ, അഹ്റോൻ വഴി പറഞ്ഞു വിട്ടല്ലോ, എനിക്ക് പകർച്ചവ്യാധി അല്ലെങ്കിൽ അതായത് പലതരത്തിലുള്ള പീഡനം വഴി എനിക്ക് നിന്നെ ഈ ലോകത്ത് നിന്നെ തുടച്ച് നീക്കാമായിരുന്നു. ശരിയല്ലേ? പല വ്യാധികളാൽ നിന്നെ എനിക്ക് തുടച്ച് നീക്കാമായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ തുടച്ച് നീക്കിയില്ല, ജീവിക്കാൻ അനുവദിച്ചു. എന്തിനാ ജീവിക്കാൻ അനുവദിച്ചത്? ദൈവത്തിൻ്റെ ശക്തി കണ്ടെത്താൻ, അങ്ങനെ ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഔദാര്യം കാണിച്ചിരിക്കുക നമ്മളോടും എന്നോടും. കഴിഞ്ഞ കൊറോണ വന്നപ്പോൾ നമുക്ക് തട്ടിപ്പോണ്ടതല്ലായിരുന്നോ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ തൊടാതെ പോയി? എന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന എന്തിനാ? ഇനിയുള്ള നിമിഷം, ഈ സെക്കൻഡ് തുടങ്ങിക്കോണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വിശ്രമിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് ഇൻ്റർവെല്ലില്ല, വിശ്രമിക്കാൻ സമയമില്ല. കാരണം ലോകം മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ആ സമയം ഈശോയുടെ നാമം പ്രഘോഷിക്കാനാണ്, ഈശോയുടെ ശക്തി കണ്ടെത്താനാണ്. മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കണമായിരുന്നു ഇസ്രായേൽ ജനത്തിന്, അല്ലേ? സാവൂളും അവർ രാജാക്കന്മാരെയും പരിശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അപ്പോൾ കുമാരനായ
ഈ 40 ദിവസം ഈ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ നേതാക്കന്മാരെ, സൈന്യാധിപരും രാജാക്കന്മാരെ വെല്ലുവിളിച്ച് പുച്ഛിച്ച് പരിഹസിച്ചു, ഏതെല്ലാം തരത്തിലാണ് അവഹേളിച്ച് നിന്ദിച്ചത്. അവസാനം 40 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ദാവീദ് എന്ത് ചെയ്തു? ബാലനായ ദാവീദ് ഇറങ്ങി വരിക, ആട്ടിടയൻ. അപ്പോൾ എല്ലാവരും തടസ്സപ്പെടുത്തി, ഇസ്രായേൽ രാജാക്കന്മാർ തടസ്സപ്പെടുത്തി, നിനക്ക് പറ്റത്തില്ല, നീ പോകണ്ട. ഇല്ല, ഞാൻ പോകുന്നത് ഇവരറിയണം എൻ്റെ ശക്തി കൊണ്ടല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ ശക്തി കൊണ്ടല്ല. മല്ലനായ ഗോലിയാത്തിനെ ഞാൻ തോൽപ്പിക്കുന്നത് എൻ്റെ കരങ്ങളിലേക്ക്, എൻ്റെ കരം ദൈവത്തിൻ്റെ കരത്തിൽ ഞാൻ സമർപ്പിക്കും. ഈ മല്ലനായ ഗോലിയാത്തിനെ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. ദൈവത്തെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ദൈവത്തിന്, ഇസ്രായേൽ ജനത്തിന്, ഇസ്രായേൽ സമുദായത്തിന്, ഇസ്രായേൽ രാജ്യത്തിന് ഒരു ദൈവമുണ്ടെന്ന് ഇവർ തിരിച്ചറിയണം. ഈ മല്ലനായ ഗോലിയാത്ത് ഫിലിസ്ത്യരും തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം എന്താ ചെയ്ത്? ഈ ദാവീദ് എന്താ ചെയ്ത്? ഈ മല്ലനായ ഗോലിയാത്തിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ചു. ഈ ഗോലിയാത്ത് ദാവീദ് വന്നപ്പം, നീ എന്തൊരു വടിയുമായിട്ട് വന്നിരിക്കുന്നത്? ഞാൻ എന്നെ പട്ടിയാണോ എന്നെ ഓടിക്കാൻ, എന്നെ തല്ലാൻ? കളിയാക്കിയതാ ഈ ദാവീദിനെ മല്ലനായ ഗോലിയാത്ത്. അപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്താൽ ആണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്താലാണ് ഞാൻ ഗോലിയാത്തിനെ നശിപ്പിക്കാൻ പോകുന്നത്. ഇവരെ വെല്ലുവിളിച്ചു. രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടി അങ്ങനെ പോരാടുന്ന സമയം ദാവീദിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ചവണയുണ്ട്, പിന്നെ ഒരു കല്ലുണ്ട്, 5 കല്ലുണ്ട്. അതിൽ ഒരു കല്ല് പോക്കറ്റിൽ നിന്ന് എടുത്തു, ഇതിനോട് ചേർത്ത് വെച്ചു. ഈ ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് നേരെ നിൽക്കും ഒരൊറ്റയേറ്. ഇത് നെറ്റിത്തടത്തിൽ കൊണ്ടു. ഈ മല്ലനായ ഗോലിയാത്ത് താഴെ വീണു, മരിച്ചു. ആ സമയം ദാവീദ് എന്ത് ചെയ്തു? ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ ശരീരത്ത് കയറി നിന്ന് ഈ ഗോലിയാത്തിൻ്റെ തന്നെ വാൾ വലിച്ചൂരി വെട്ടി നശിപ്പിക്കുക ചെയ്ത്. ഇത് കണ്ട് ഫിലിസ്ത്യർ എന്ത് ചെയ്തു? ഫിലിസ്ത്യർ അവിടുന്ന് ജീവൻ കൊണ്ടോടി. ആകാശത്തിലെ പറവകളെപ്പോലെ ഞാൻ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ആ ഗോലിയാത്ത് ഇതാ നിലത്ത് കിടക്കുന്നു. പ്രിയപ്രസാരങ്ങളെ, എന്നിട്ട് ദാവീദ് പറഞ്ഞെന്താണ്? ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവ് ദൈവമാണ്. ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് മല്ലനായ ഗോലിയാത്തിനെ നേടിയത്. എൻ്റെ കരമല്ല, എൻ്റെ മിടുക്കല്ല. ഞാൻ ബാലനായ ഒരു കൗമാരപ്രായക്കനായ ഒരു ബാലൻ മാത്രം അല്ല, ഞാനല്ല, എൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ വിജയിപ്പിക്കുകയാണ്. അങ്ങനെ ഫിലിസ്ത്യർക്ക് മനസ്സിലായി, ഇവരുടെ ദൈവം ശക്തനാണ്, സർവ്വശക്തനാണ്. ആ ദൈവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മളെ നയിക്കുന്നത്. പഴയ നിയമ ജനതയുടെ ആ ചരിത്രം മുഴുവൻ നമ്മൾ നോക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ ദൈവം തന്നെയാണ് പുത്രനെ വാഗ്ദാനം ചെയ്തത്. ഈ പുത്രനാണ് ഇന്ന് നമുക്ക് പുതിയ ഇസ്രായേലായ നമ്മളെ ദൈവം നയിക്കുന്നത്. ത്രിയേക ദൈവം. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ദൈവം കൃപ ഒഴുകുന്നത്. അവിടെ വലിയ ശക്തിയുണ്ട്, അവിടെ വിജയമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സാധനങ്ങളെ, എൻ്റെ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും ശ്വാസോച്ഛ്വാസം വിടുമ്പോഴും ഓർത്തോണം, എൻ്റെ ശ്വാസോച്ഛ്വാസം ദൈവത്തിൻ്റെ ശക്തിയാണ്. ഞാൻ നടക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ദൈവം പറയാതെ എനിക്കൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാം. ഇന്നലെ കിടന്നുറങ്ങുന്ന ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഓരോ പ്രഭാതം കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം, എൻ്റെ ദൈവം എന്നോട് ഇന്നേ ദിവസം കാരുണ്യം കാണിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി വചനം പ്രഘോഷിക്കാൻ, ഈശോയുടെ നാമത്തിന് നമ്മളെ സാക്ഷ്യം വഹിക്കാൻ, അല്ലാതെ നമ്മൾ സന്തോഷത്തോടെ തിന്നും കുടിച്ചും സുഖിച്ചും മറ്റുള്ളവർ കുറ്റം പറഞ്ഞും വിശ്രമിച്ചും പോൻ തോണ്ടിയും ജീവിക്കേണ്ടവരല്ല. ഉത്തരവാദിത്വം കൂടുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ അടുത്ത് വരുന്നു. തിരുനാൾ തിങ്കളാഴ്ച നാൾ കഴിഞ്ഞ് അമ്മയ്ക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കേണ്ടത് എന്താണ്? കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുക. പരിശുദ്ധ അമ്മയിലൂടെ എത്രയോ മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കി അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയുക. അമ്മയോട് ചേർന്ന് പിതാവായ ദൈവത്തിന് നന്ദി പറയുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രിത്വത്തിന് നന്ദി പറയുക. പരിശുദ്ധാത്മാവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ കൃപ നൽകും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സംഭവം, കുറേ അനുഭവമുണ്ട് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട്. അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ ആശാങ്കളരി ചേർക്കും. ഞങ്ങൾ 5-8 പിള്ളേരുണ്ട്. ആശാങ്കളരി ചേർക്കുമ്പോൾ എനിക്ക് ആദ്യം ആശാൻ വന്ന് ഈ എഴുതിക്ക് മണ്ണൊക്കെ ഇങ്ങനെ, നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഉണ്ടല്ലേ, അറിയാവില്ലേ? മണലൊക്കെ മണ്ണ് നിലത്ത് ഒരു കുടുക്ക നിറച്ച് മണ്ണും തന്ന് പള്ളിക്കൂടത്തിൽ കളരി വിടും.
അപ്പോൾ എൻ്റെ കുടുക്ക നിറച്ച് മണ്ണ് നിന്ന് മണ്ണിങ്ങനെ അവിടെ നിലത്തിയിടും. എന്ന് വെച്ചിട്ട് എഴുതും, പക്ഷേ ആ എഴുത് എനിക്കുണ്ട്, ആ അറിയത്തുള്ളൂ. ഉടനെ എനിക്കറിയത്തില്ല എഴുതാൻ, ഇങ്ങനെ വളച്ച് എഴുതാൻ 4 വയസ്സ്. അപ്പോൾ ആശാൻ പറയും, ഇങ്ങനെ ഒരു നാരായം പോലുള്ള സാധനം കാണിച്ച് പറയും, ഇതുകൊണ്ട് ഞാൻ കാത് കുത്തുമെന്ന് പറയും. അപ്പം ഞാൻ കാതെ തപ്പിപ്പോൾ കാത് കുത്തിയിട്ടുമുണ്ട്, കമ്മലുമുണ്ട്. ഇനി എവിടെ ആയിരിക്കും കുത്താൻ പോകുന്നത്? 4 വയസ്സുള്ള, ആകെ ഭയം, ആകെ പേടിയായി. അപ്പം പിന്നെ എനിക്ക് ഒരു തരത്തിൽ എഴുതാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നാളെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കളരി പോകത്തില്ല. അപ്പോൾ അപ്പൻ ഇത് കേട്ടു, അമ്മയും കേട്ടു. അപ്പോൾ അവർ എൻ്റെ കാര്യം ചോദിച്ചു, ആശാൻ നാളെ ആ നാരായം കൊണ്ട് എൻ്റെ കാത് തുളയ്ക്കുന്ന ദിവസമാണ്. എന്താ പ്രശ്നം? പറഞ്ഞു, എനിക്ക് എഴുതാൻ അറിയത്തില്ല. ഈ ഓല ഇങ്ങനെ തൂക്കി ഓലയൊക്കെ ഉണ്ട്, നിനക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഉടനെ എൻ്റെ അപ്പൻ പറഞ്ഞു, ഈ ഒരു കാര്യം എന്നാ അമ്മയോട് പറയാം, ഇവളെയും കൊണ്ട് നാളെ ശനിയാഴ്ച ദിവസമാണ് എന്നാ മുത്തിയമ്മയുടെ അടുത്ത് പോകണം, കുറളങ്ങാട്ട് വിളി. ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും പോകും, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകും. മുത്തിയമ്മ അവിടെ 8 നോയമ്പൊക്കെ വലിയ ആഘോഷമാണ്. മുത്തിയമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി ഈ അപ്പം പറഞ്ഞു കൊടുക്കുക, ഈ മണൽ കൊണ്ടുപോയി കുടിക്കൊക്കെ കുർബാന കഴിയുമ്പം ഈ മണൽ കൊണ്ടുപോയി മുത്തിയമ്മയുടെ മുമ്പിൽ ഉറഞ്ഞിടണം. എന്നിട്ട് അവിടെ ഇവളെ കൊണ്ട് എഴുതിക്കണം. പ്രിയ സഹോദരങ്ങളെ, കുർബാനയിൽ ഞങ്ങൾ പോയി ആഘോഷമായിട്ട് പോയി, മറ്റു മക്കളെല്ലാവരും ഉണ്ട്, സഹോദരങ്ങളുണ്ട്. അമ്മ കുർബാന കഴിഞ്ഞ മണലവിടെ കുടഞ്ഞിട്ടു. ഉടനെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, ചേച്ചി ഇതെന്നെ കാണിക്കുന്ന? എൻ്റെ ചേട്ടൻ മിണ്ടാതിരി, എൻ്റെ മകളെ എഴുതിക്കാൻ പോവുക, മുത്തിയമ്മ എഴുതിക്കാൻ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നോക്കുമ്പോൾ അമ്മ മണലെല്ലാം അവിടെ കുത്തിയിട്ടു, നിരത്തിയിട്ടു, ഇങ്ങനെ പരത്തി. അതിനുശേഷം അതിന് നടുക്കൊരു വലിയ ത്രികോണം. അപ്പം നമ്മൾ ആകാംക്ഷയോടെ ചോദിച്ചു, അമ്മേ ഇതെന്താ? ഇതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, വലിയ കൃപ. ഈ ത്രിത്വം, ഇത് ത്രികോണം, ഇതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, വലിയ കൃപ. എന്നിട്ട് ഇവിടെ അടുത്തടുത്ത് കൊച്ചു ത്രികോണം വരച്ചു. അപ്പം ഞാൻ ഇതെന്താ? ഇത് മാതാവ്, ഇത് യോസേപ്പ് പിതാവ്, പിന്നെ ഇത് വിശുദ്ധർ. ഇത് ഈ വലിയ കൃപയിൽ നിന്ന് ഇവരിലേക്ക് ചെറിയ കൃപ വരും. അങ്ങനെ അവർ വിശുദ്ധരായി എന്നൊക്കെ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. അമ്മ എഴുതിക്കും എന്നെ എഴുതാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മുത്തിയമ്മയോടും പ്രാർത്ഥിച്ചിട്ട് എഴുതി കഴിഞ്ഞിട്ട് അമ്മ മായ്ച്ച് കളഞ്ഞു. മണ്ണല്ലേ, വിശാലമായ മണ്ണിങ്ങനെ കിടക്കുക, സ്ഥലമുണ്ട്, വലിപ്പത്തില്ല ത്രികോണം. എന്നിട്ട് എന്നോട് പറഞ്ഞു എഴുതാൻ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മടിയില്ലാതെ ആ ത്രികോണത്തിനകത്ത്, ത്രിത്വത്തിനകത്ത് എഴുതി. ആൾക്കാർ നോക്കുക, ഹല്ലേലൂയ എഴുതി. പരിശുദ്ധ അമ്മ ഉണ്ടോ? പരിശുദ്ധ അമ്മ, വലിയ കൃപ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിത്വം, ഈ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത ആ കൃപ ആ മുത്തിയമ്മ വഴി എന്നെ കൊണ്ട് എഴുതിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ. എന്നിട്ട് അമ്മ നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു. മണ്ണെല്ലാം വഴി തുണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കൊച്ചു ടർക്കി. അതുകൊണ്ട് എല്ലാവരും തുടച്ച് മുത്തിയമ്മയുടെ തലയൊക്കെ വൃത്തിയാക്കി സന്തോഷിച്ച് തുള്ളിച്ചാടി വീട്ടിൽ വരിക. അപ്പനോട് പറഞ്ഞു, അപ്പം ഞാൻ വേണം ഇന്ന് തന്നെ കളരി പൊക്കോളാമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ. അത് എന്നാ ചോദിച്ചു, ഞാൻ എഴുതാൻ പഠിച്ചു. പിറ്റേ ദിവസം നേരെ വെളുത്തപ്പോഴേ കുടുക്കെടുത്ത് പോവുക. കളരി തുറന്നിട്ട് പോലുമില്ല. അവർ അപ്പനും അമ്മയും പറഞ്ഞു, ഇപ്പം പോകണ്ടിച്ച് കഴിയിട്ട്, അല്ല ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് മണ്ണെല്ലാം നിരത്തി ഇങ്ങനെ ഇരിക്കുക. ആശാൻ മരുന്ന് നോക്കി, ഞാൻ നോക്കി, കൈ നാരായമുണ്ടോ? നാരായമുണ്ട്. ആശാനെ നോക്കിക്കേ, ഞാൻ എഴുതി. എനിക്ക് ബോധ്യമില്ല, അത് മായ്ച്ചിട്ട് എഴുതാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എഴുതി. ആര് പഠിപ്പിച്ചെന്ന് ചോദിച്ചു. വലിയ കൃപ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തത് എനിക്കും തന്നു. ഞാൻ കൃപ എഴുതി. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചെറുതും വലുതുമായ അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ വഴി ത്രിത്വത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും. അതുകൊണ്ട് ആ ശക്തി തിരിച്ചറിയുന്ന ദിവസമാണിത്. അത്ഭുതങ്ങളുടെ, അതായത് നമ്മളിൽ ഓരോരുത്തരിലാണ് ദൈവത്തിൻ്റെ അത്ഭുതം നിറഞ്ഞു നിൽക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരിലുമാണ് ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ നാമം ലോകത്തിൻ്റെ അതിർത്തി വരെ പ്രഘോഷിക്കേണ്ടത്. ചാടി എഴുന്നേക്കാം. ഇരുകരവും സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുക. എന്നെ ജീവിക്കാൻ അനുവദിച്ചത് ഈശോയുടെ നാമം ലോകത്തിൽ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു തിരിച്ചറിവോടെ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ സ്വീകരിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുക. പോരാ, ശക്തിയോടെ വിളിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിയുന്നതിനും ദൈവത്തിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്.
പോരാ പോരാ, ഈ സ്വരം പോരാ, ഈ അഭിഷേകം പോരാ, ഈ ശക്തി പോരാ, ഈ പ്രഘോഷണം പോരാ. ദൈവനാമം സ്തുതിക്കപ്പെടട്ടെ. രോഗികളായി കിടന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. ദേശാന്തരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ലോകം മുഴുവനിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക്, രോഗികളിലേക്ക്, വിവിധ സ്ഥാപനങ്ങളിലേക്ക്, ആശുപത്രികളിലേക്ക്, ഈശോയെ കലഹിച്ചു കഴിയുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നമ്മളിലൂടെ, എൻ്റെ അധരങ്ങളിലൂടെ കരങ്ങൾ ഉയർത്തുമ്പോൾ ഒഴുകണം. സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് ശക്തിയോടെ വിളിക്കട്ടെ. അനേകർക്ക് സൗഖ്യങ്ങൾ, അനേകർക്ക് വിടുതൽ, അനേകർക്ക് രോഗസൗഖ്യങ്ങൾ, മാനസാന്തരത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാനുള്ള അഭിഷേകം, ശാരീരിക വേദനയിൽ നിന്ന് വിടുതൽ, കണ്ണുകളുടെ കാഴ്ചശക്തി കൂടുതൽ നൽകുന്നു. ഉച്ചത്തിൽ വിളിച്ചോ. ഈശോയെ എന്ന് വിളിക്കട്ടെ. മക്കളെക്കുറിച്ചുള്ള വ്യഗ്രതകൾ മാറുന്നു. എല്ലാവരുടെയും ജീവിതങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു. വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്നു. പരിശുദ്ധനായവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കൃപ നൽകുന്നു. ഉച്ച സ്വരത്തിൽ ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കരങ്ങളടിച്ച് പോരാ പോരാ, ശക്തിയോടെ ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്തിനു വേണ്ടി? രണ്ട് കാര്യം. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിയാനും ദൈവത്തിൻ്റെ നാമം ഞാൻ പ്രഘോഷിക്കാനും. ഇന്ന് തുടങ്ങി അത് ചെയ്യുമോ? ചെയ്യണം. കാരണം അതിനെ ജീവിക്കാൻ എന്നെ അനുവദിച്ചു. വലിയ കാര്യമല്ലേ? അല്ലെങ്കിൽ പണ്ടേ നമ്മൾ ഈ ദേശത്തു നിന്നും തുടച്ചു നീക്കും. അങ്ങനെ പറഞ്ഞത് പറവയോട് പറഞ്ഞ, ഈ ദേശത്ത് നിന്ന് നിന്നെ തുടച്ചു മാറ്റിയനെ. നമ്മളെ തുടച്ചു മാറ്റിയോ? ഇല്ല. നമുക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഇതാരോടൊക്കെ പറയും? എല്ലാവരും ലോകം മുഴുവൻ അറിയണം. റെഡി? എങ്ങനെ വേഗം പള്ളിയിൽ പോവുക. ദിവ്യാന സന്നിധിയിൽ നമ്മൾ ആരാധനയ്ക്ക് പോവുകയാണ്. വേഗം പോവുക. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഇരുകരവും ഉയർത്തി വിളിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഉച്ചസ്വരത്തിൽ വിളിച്ച് ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ശക്തിയോടെ, അഭിഷേകത്തോടെ വിളിക്കട്ടെ. ഈശോയുടെ നാമം സർവശക്തിയോടെ ഈശോയുടെ നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന, 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 ആമേൻ. ആരാധന, 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 ആമേൻ. ആരാധന, 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 ആമേൻ. ആരാധന, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഈ ലോകത്ത് മരിക്കാതെ ജീവിക്കാൻ അനുവദിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിരന്തരം ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുവാൻ വേണ്ടി അവിടുന്ന് ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിച്ചതിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞത് ലോകം മുഴുവൻ മഹത്വപ്പെടുത്തുവാനും അറിയപ്പെടുത്തുവാനും വേണ്ടി കർത്താവ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിനും വലിയ സ്നേഹത്തിനും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ വചനം കേൾക്കുകയുണ്ടായി. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം വചനത്തിൽ അവിടുന്ന് ഫറവോയെ മോശ വഴി അറിയിക്കുകയാണ്, നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ശക്തി നീ കാണുന്നതിനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ്. എത്രയോ തിന്മകൾ അയച്ച് എനിക്ക് നിന്നെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എൻ്റെ ശക്തി നീ കാണണം, എൻ്റെ നാമം നീ ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടണം. ഈശോയെ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോടും ഈശോയ്ക്ക് പറയുവാനുള്ളത് അതാണ്. കർത്താവേ, ഈ ലോകത്തിൽ എത്രയോ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ, ഈശോയെ, അപകടങ്ങൾ, മരണങ്ങൾ ഇതെല്ലാം സംഭവിച്ചിട്ടും കർത്താവേ, ഞങ്ങളെ നീ ജീവിക്കാൻ അനുവദിച്ചല്ലോ. ഈശോയെ, ഞങ്ങളെ നീ ജീവിക്കാൻ അനുവദിച്ചല്ലോ. എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, മക്കളെ, ഈശോയെ, ഞാനുമായി ഇടപെട്ടവരെ ജീവിക്കാൻ അനുവദിച്ചത് ദൈവത്തിൻ്റെ ശക്തി അറിയണം. ഈശോയുടെ നാമം പ്രഘോഷിക്കപ്പെടണം. കർത്താവേ, അതിന് ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. ഈ നിമിഷം ഞങ്ങൾ ഈശോയുടെ മുമ്പിൽ വാക്ക് തരികയാണ്. കർത്താവേ, ഇനി ഒരു ദിവസമേ ഞങ്ങൾക്ക് ജീവിതമുള്ളൂവെങ്കിലും അത് ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടാനും ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു വാക്ക് നമുക്ക് ദൈവത്തിന് കൊടുക്കാം. എത്രയോ വലിയ കാര്യമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഈ ഭൂമുഖത്തു നിന്നും ദൈവം നമ്മളെ തുടച്ചു നീക്കിയില്ലല്ലോ. ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ എന്നെ അനുവദിച്ചല്ലോ. ഇപ്പോൾ നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഈശോയുടെ ശക്തിയാണ് നമ്മളെവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഈശോയുടെ കാരുണ്യമാണ്, ഈശോയുടെ സ്നേഹമാണ് ഇപ്പോൾ തിരുസന്നിധി നിൽക്കാൻ എന്നെ അനുവദിച്ചത്. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. അവിടുത്തെ നാമം എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെയും ലോകം മുഴുവനും ഞാൻ പ്രഘോഷിക്കപ്പെടണം. ദൈവം എന്നിലൂടെ അറിയപ്പെടണം, ദൈവം എന്നിലൂടെ മഹത്വപ്പെടണം, ദൈവം എന്നിലൂടെ സ്തുതിക്കപ്പെടണം. അങ്ങനെ ലോകം മുഴുവൻ എന്നിലൂടെ ഈശോയുടെ നാമം അറിയപ്പെടാൻ ഈശോയെ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദൈവം നമ്മളോട് കാണിച്ച വലിയ കാരുണ്യത്തിനും സ്നേഹത്തിനും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ശക്തനായ ദൈവത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും അധ്വാനങ്ങളെയും കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും രോഗമേഖലകളെയും ആവശ്യങ്ങളെയും എല്ലാം നമ്മുടെ അവസ്ഥ എന്താണോ അത് മുഴുവൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നടന്നു നീങ്ങിയ ഇത്രയും നാൾ ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ എന്തുമായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം കർത്താവിൻ്റെ ശക്തമായ കരം എന്നെ താങ്ങി നടത്തി എന്നെ പിടിച്ച് സംരക്ഷിച്ചതിന്
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരവും ഉയർത്തി ഈശോയിലേക്ക് നോക്കി നമ്മുടെ ജീവിതങ്ങളെയും ജീവിത മേഖലകളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും സഹനങ്ങളെയും ദൈവം ദാനമായി നൽകിയ മക്കളെയും കുടുംബത്തെയും ജീവിത പങ്കാളിയെയും ജീവിത സാഹചര്യങ്ങളെയും അധ്വാനത്തെയും രോഗമേഖലകളെയും എല്ലാ അസ്വസ്ഥതകളെയും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവ് അവിടുന്ന് ഏറ്റെടുക്കും. എന്നെ അനുഗ്രഹിക്കും, എന്നെ സംരക്ഷിക്കും. ഇന്ന് വരെ എന്നെ കൈക്ക് പിടിച്ച് നടത്തിയ ഈശോ ഇന്ന് ജീവനോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ വലിയ വിശ്വാസത്തോടെ എന്നെ ജീവിക്കാൻ അനുവദിച്ച ദൈവത്തിൻ്റെ ദൈവസന്നിധിയിൽ കരമുയർത്തി ചങ്കുപൊട്ടി വിളിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അവിടുന്ന് എന്നെ നോക്കുന്നു, എന്നെ കാണുന്നു. ഉച്ച സ്വരത്തിൽ വിളിച്ച് ഈശോയേ, പോരാ ശക്തിയോടെ വിളിക്കട്ടെ. എല്ലാവരുടെയും അധരം തുറക്കപ്പെടട്ടെ, എല്ലാവരുടെയും ശബ്ദം ദൈവം കേൾക്കട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു, അടഞ്ഞിരിക്കുന്ന കാതുകൾ തുറക്കപ്പെടുന്നു, അടഞ്ഞിരിക്കുന്ന നാവുകൾ തുറക്കപ്പെടട്ടെ. ഈശോയെ, കരങ്ങൾ ഉയർത്തട്ടെ, സ്വരം ഉയർത്തി ആരാധനയോടെ പാട്ടുപാടി ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ സ്നേഹം നമുക്ക് സ്വീകരിക്കാം. എത്ര പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചാലും ആരാധിച്ചാലും മതി വരാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും സ്വീകരിച്ച വ്യക്തികളാണ് നമ്മൾ. അതിനനുസരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ നന്ദി പറയുകയോ ചെയ്തിട്ടില്ല. ഈ സമയം കർത്താവ് ജീവനോടെ എന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ സ്നേഹിക്കാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്, ദൈവത്തെ സ്തുതിക്കാനാണ്, ദൈവത്തിന് നന്ദി പറയാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഞാൻ നന്മ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. എൻ്റെ ലോകത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി. കർത്താവേ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ കരങ്ങൾ നീട്ടുകയാണ്. ഒന്നു ചേർന്ന് ഒരിക്കൽ കൂടി വിളിക്കാമോ? ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഗാനത്തോടൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങളടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനകൾ മൺകുടമുടയും തീകത്തീടും ആരാധനകൾ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനകൾ മൺകുടമുടയും തീകത്തീടും ആരാധനകൾ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങ് ആരാധിക്കുകയാണ് ഈശോയെ. ഈ സമയം ഞങ്ങളുടെ ബുദ്ധി, ഭാവന, പരിചേന്ദ്രങ്ങൾ, മനോഭാവം, ജീവിതം, കഷ്ടതകൾ, ദുരിതങ്ങൾ, ദൈവം നൽകിയ ദാനമായി നൽകിയ സന്തോഷം, ആനന്ദം എല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈശോയെ. ഞങ്ങളുടെ സർവ്വശക്തിയോടെ അങ്ങേ സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു, പൂർണ്ണ മനസ്സോടെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഒന്നു ചേർന്ന ഹൃദയത്തോടെ, ഒരേ ഐക്യത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിരന്തരം ആരാധന അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ വിളിച്ചൊന്നിപ്പിച്ചതിന് നന്ദി പറയുന്നു.
അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകളെഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകളെഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ 2 ലൈനായിട്ട് മുൻപോട്ട് വരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദിവികാരുണ്യനാഥനിൽ നിന്ന് വലിയ ശക്തിയും അഭിഷേകവും നിറയുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ ഈ ശക്തി സ്വീകരിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാകുക. കാരണം ദൈവം നമ്മളെ ജീവിക്കാൻ അനുവദിച്ചല്ലോ. ദൈവം ഈശോ നമ്മളെ ജീവിക്കാൻ അനുവദിച്ചത് ഈശോയുടെ ശക്തി നമ്മൾ കണ്ടെത്താനാണ്. നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം ലോകത്തിൻ്റെ അതിർത്തി വരെ പ്രഘോഷിക്കപ്പെടാനാണ്. ആ ഒരു വലിയ വിശ്വാസത്തോടെ ഇപ്പോൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികൻ്റെ കരങ്ങൾ നമ്മൾക്ക് കൈവെപ്പിലൂടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ഈ സമയം ഗായകർ പാടിക്കൊണ്ടിരിക്കുന്നു. നമ്മളും അതിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാവരും കരമുയർത്തി ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി ഈശോയെ നന്ദി. കർത്താവേ, വലിയ സൗഖ്യങ്ങൾ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഈശോയെ അച്ഛൻ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ലഭിക്കട്ടെ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ ലഭിക്കട്ടെ. അബ്രാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. 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 പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാനായി 9-ാം മണിക്കൂറിൽ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ സുന്ദര കപാടമെന്ന സ്ഥലത്ത് ഒരു മുടന്തനായ ഒരു വ്യക്തിയെ അനേകർ എടുത്തുകൊണ്ട് വന്നിരുത്തി. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി നടന്നു പോയപ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ആ മുടന്തനെ നോക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർണ്ണോ വെള്ളിയോ ഒന്നും തരാനില്ല. ഈശോയുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഈശോയുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക.
ആ ക്ഷണം മുടന്തൻ എഴുന്നേറ്റ് നിന്നു. കാലുകൾക്ക് ബലം പ്രാപിച്ചു. നടന്നും തുള്ളിച്ചാടിയും ദേവാലയത്തിലേക്ക് അവരോടൊപ്പം നടന്നു നീങ്ങി. ഈശോയെ, ഈ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുടന്തുള്ള കാലുകളെ സൗഖ്യപ്പെടുത്തുന്ന സമയമാണിത്. വിശ്വാസമില്ലാത്ത ഹൃദയങ്ങൾക്ക് വിശ്വാസം ലഭിക്കുന്ന സമയമാണിത്. ശിരസ് സംബന്ധമായ രോഗമേഖലകളുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന സമയമാണിപ്പോൾ. ഉദര സംബന്ധമായ രോഗമേഖലകൾ, അസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലമുള്ളവർക്ക് സൗഖ്യവും വിടുതലും ലഭിക്കുന്ന സമയമാണിത്. ശിരസ് സംബന്ധമായ രോഗികളെ സുഖപ്പെടുന്ന സമയമാണല്ലോ ഇത്. കർത്താവേ, ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഏതെല്ലാം രോഗത്തിന് ഞങ്ങൾ അധീനപ്പെട്ടവരാണോ ആ മേഖലകളിലെല്ലാം ബഹുമാനപ്പെട്ട വൈദ്യൻ ശിരസിൽ വെച്ച് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യത്തിൻ്റെ വിടുതൽ വ്യാപരിക്കട്ടെ, അനുഗ്രഹത്തിൻ്റെ കൃപ ലഭിക്കട്ടെ, വിശ്വാസം ലഭിക്കട്ടെ, പ്രത്യാശ ലഭിക്കട്ടെ, ശാരീരിക രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങളുടെ കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറട്ടെ. സന്തോഷം ലഭിക്കട്ടെ, ആനന്ദം ലഭിക്കട്ടെ, ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ ലഭിക്കട്ടെ, എല്ലാ മേഖലയിലുള്ള വിടുതൽ ലഭിക്കട്ടെ, പൂർണ്ണ ആരോഗ്യം ലഭിക്കട്ടെ, പൂർണ്ണ സന്തോഷം ലഭിക്കട്ടെ. കരമുയർത്തി വിളിക്കട്ടെ, ഈശോയേ. അന്ധർക്ക് കാഴ്ചയുമായി, നിന്ദിതർക്ക് മോചനമായി, ബധിരർക്ക് കേൾവിയുമായി സൗഖ്യം നൽകും കർത്താവേ. അന്ധർക്ക് കാഴ്ചയുമായി, നിന്ദിതർക്ക് മോചനമായി, ബധിരർക്ക് കേൾവിയുമായി സൗഖ്യം നൽകും കർത്താവേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, കരങ്ങളടിച്ച് അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, പാടുന്നു. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ആത്മാവിനെ അളന്നല്ല നൽകുന്നത്, സമൃദ്ധമായിട്ടാണ് നൽകുന്നത്. ആത്മാവിനെ വാഗ്ദാനം ചെയ്ത ദിവ്യകാരുണ്യ നാഥൻ ഇതാ നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പിതാവായ ദൈവം പുത്രനെ നമുക്ക് സമ്മാനമായി നൽകി, പുത്രൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് സമ്മാനമായി നൽകി. സ്ത്രീയേക ദൈവം ഈ ദിവ്യകാരുണ്യത്തിൽ വസിക്കുമ്പോൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെയും മക്കളെയും എല്ലാം അനുഗ്രഹിക്കുന്ന സമയമാണിത്. ഒന്ന് മാത്രമേ ഈശോ ആഗ്രഹിക്കുന്നുള്ളൂ, അവിടുത്തെ ശക്തി നമ്മൾ അറിയണം, അവിടുത്തെ നാമത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. നമ്മുടെ അധരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നതായി മാറണം, നമ്മുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് മാറണം, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തെ ആരാധിക്കാനായി നമ്മൾ മാറ്റിവെക്കണം. കരമുയർത്തി വിളിച്ച് ഈശോയേ.
യേശുവേ ഉച്ചസ്വരത്തിൽ വിളിക്കട്ടെ. യേശുവേ അതരം തുറന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ ശക്തിയോടെ കരങ്ങളടിച്ച് ഈ നിമിഷം ദൈവം നമ്മളെ സ്പർശിച്ച് അനുഗ്രഹിക്കുന്ന സമയമാണിത്. തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ, പ്രാർത്ഥന വരമെന്നെ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ, പ്രാർത്ഥന വരമെന്നെ നൽകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. അങ്ങേ സ്തുതിച്ചിടുവാൻ വരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. അങ്ങേ സ്തുതിച്ചിടുവാൻ വരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധിയുടെ വൃത്തിൽ ഇന്നു നീ നിൽക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിയടിച്ച് നിറഞ്ഞാത്മാവേ പറന്നിറങ്ങേണമേ, പാടി നിൻ വിശുദ്ധിയുടെ വൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ
ശുദ്ധിയുടെ കൃത്യം ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഇന്നീ ശുദ്ധിയുടെ കൃത്യം ഇന്നു നീ എന്നിൽ ലേഖണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിൽ ലേഖണേ. ദൈവസ്തുതി പാടിടാം എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാം എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണം. ഇന്നീ ശുദ്ധിയുടെ കൃത്യം ഇന്നു നീ നിറയ്ക്കണം. ഓ പാവനാത്മാവേ. സാരങ്ങളെ നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ശിരസ് നമിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലര ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരമുയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ എല്ലാവരും അതിരം തുറന്ന് ഈശോയിലേക്ക് നോക്കി സ്തുതിക്കട്ടെ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ഈശോയെ നന്ദി ഈശോയെ ആരാധന. ഹല്ലേലൂയ യേശുവേ 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 ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി. യേശുവേ മഹത്വം യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ മഹത്വം യേശുവേ നന്ദി യേശുവേ നന്ദി.